The name is Mamdani. Mamdani. You should learn how to say it. ഈ അടുത്താണ് സൊഹറാൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നതും ഈ മംദാനി എന്നുള്ള ഈ സർനെയിം അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതും ഈ അടുത്താണല്ലോ. എനിക്ക് തോന്നുന്നു ഒരു റീലിലാണ് തുടങ്ങിയത് ട്രെൻഡിങ്. ഇപ്പം എല്ലാവരെയും പെട്ടെന്ന് റീല് വന്നു തുടങ്ങി. അപ്പോഴാണ് ശരിക്കും എല്ലാവരും ഈ പേര് കേട്ട് തുടങ്ങുന്നത്. സൊഹറാൻ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അതൊരു നെയ്വായിട്ടുള്ളൊരു പ്രതീക്ഷ അല്ല, കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ പുറത്ത് ഒരാൾ എന്തോ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ഇലക്ഷൻ സ്ട്രാറ്റജി രൂപീകരിക്കുകയും അത് ഒരു പെട്ടെന്നുണ്ടായതും അങ്ങനെ പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകുന്നതെന്നാണെന്നാണ് നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു പല രീതിയിലുള്ള വിമർശനം. അത് പക്ഷേ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ്റെ തുടർച്ചയാണ്. റീലുകളിലൂടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ന്യൂയോർക്കിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള മുസ്ലിം മൈഗ്രന്റ് മേയറായ സുഹറ മംദാനിയെ പറ്റിയാണ് കുപ്പിലെ ഇന്നത്തെ എപ്പിസോഡ്. ഹാർവാർഡിലെ സൗത്ത് ഏഷ്യൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് PhD ചെയ്തുകൊണ്ടിരിക്കുന്ന അഫീഫ് അഹമ്മദാണ് മംദാനിയെ പറ്റി ചർച്ച ചെയ്യാൻ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് നിങ്ങളെയും തുടങ്ങാം. ഇപ്പൊ അഫീഫ് അഹമ്മദാണ് ഗസ്റ്റ് എന്നുള്ളത് നമ്മൾ എന്തായാലും പോസ്റ്റർ ചെയ്തിട്ടൊക്കെ അറിയും. അഫീഫ് അഹമ്മദ് ഹാർവാർഡിൽ നിന്ന് PhD ചെയ്യാണ്. ഞാൻ ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൽ PhD സെക്കൻഡ് ഇയർ എന്നുള്ളതാണ് ഞാനിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 to 18 സെഞ്ചുറി സൗത്ത് ഇന്ത്യ ഹിസ്റ്ററിയാണ്. മൈസൂർ കിങ്ഡത്തിനെ ബേസ് ചെയ്തിട്ട് മൈസൂർ കിങ്ഡത്തിൻ്റെ മലബാർ കോസ്റ്റിലേക്കും കോറമാൻഡൽ കോസ്റ്റിലേക്കുള്ള ഇൻകേർഷൻസ് ഫോക്കസ് ചെയ്തിട്ട് കോൺക്വസ്റ്റിൻ്റെ ഹിസ്റ്ററി എന്താണ്, വാട്ട് ഡസ് ഇറ്റ് മീൻ ലൈക്ക് വെൻ യു മെൻഷൻ or when you talk about like a conquest in South India, അല്ലെങ്കിൽ എന്താണ് കോൺക്വസ്റ്റ് സൗത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? പ്രത്യേകിച്ച് മൈസൂർ സുൽത്താനേറ്റ് ആണല്ലോ. സൗത്ത് ഇന്ത്യയിൽ പൊതുവെ ഈ കോൺക്വസ്റ്റ് ഹിസ്റ്ററി ഒന്നും പറയാറില്ല. അതായത് ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്ററി റീസെൻ്റ്ലി ട്രെൻഡിങ് ആയ സമയത്ത് പൊതുവെ ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര എന്തോ കോൺക്വസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു. അങ്ങനെ വാളുകൊണ്ടാണ് ഇസ്ലാം നോർത്ത് ഇന്ത്യയിൽ എത്തപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതേസമയം സൗത്ത് ഇന്ത്യയിൽ ഇസ്ലാം വേറൊരു സെൻസിൽ ട്രേഡേഴ്സിലും സൂഫികളിലൂടെയും ഒക്കെയാണ് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ബൈനറി ഡൈക്കോട്ടമി ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണ് കോൺക്വസ്റ്റിന് മീനിങ് ഉണ്ടാക്കിയിട്ടുള്ളത്, പല കമ്മ്യൂണിറ്റികൾ എങ്ങനെയാണ് കോൺക്വസ്റ്റിനെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് വെച്ച് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ശ്രമമാണ് നടത്തുന്നത്. അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രൈമറി എൻക്വയറി നടത്തുക എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിൽ വാളുണ്ടാന്നോ? അങ്ങനെയല്ല, സൗത്ത് ഇന്ത്യയിൽ വാളുണ്ടാന്നല്ല പറയുന്നത്. പൊതുവില് ഈ ഒരു സൗത്ത് ഇന്ത്യ ഭയങ്കര മെച്ചമുള്ള ഒരു സ്ഥലമാന്ന് പറയല്ലോ. എങ്ങനെയാണ് ആൾക്കാര് ഇവിടെ, അതായത് ഒരു ഫ്ലൂയിഡ് ലാൻഡ് ആയിട്ടാണ് പലപ്പോഴും ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്ററിയിൽ സൗത്ത് ഇന്ത്യനെ കാണുക. ഒരു ലാൻഡുമായിട്ടോ ലാൻഡ് റിലേഷൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഹിൻഡർലാൻഡിന് യാതൊരു പ്രസക്തിയുമില്ല. അല്ലെങ്കിൽ പ്രസക്തി ഉണ്ടെങ്കിൽ തന്നെ അതിന് റിലേറ്റീവ്ലി ഈ ഓഷ്യാനിക് ആയിട്ടുള്ള ഇൻഫ്ലുവൻസിൻ്റെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഒരു പ്രസൻസ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ. അതായത് ഇന്ത്യൻ ഓഷ്യൻ കൂടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്ത്യൻ ഓഷ്യൻ ഹിസ്റ്ററീൻ്റെ ഒരു റീസെൻറ്റ് ഒബ്സഷൻ വിത്ത് ലൈക്ക് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും. അതേസമയം പക്ഷേ നമ്മൾ ഈ മലബാറൊക്കെ പറയുമ്പോൾ എപ്പോഴും ഒരു ഓഷ്യൻ ഹിസ്റ്ററി ആയിട്ടില്ല പറയും. ഈ മലബാർ എന്നുള്ള ഒരു സാധനം രൂപീകരിക്കുന്ന തന്നെ ഈ ഒരു ഓഷ്യൻ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ അതാണ് അതായത് ഈ ഓഷ്യൻ ഹിസ്റ്ററി മലബാർ എന്ന് പറയുന്ന സമയത്ത് അതിന് ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നത്. പൊതുവിലിപ്പം അഭിലാഷ് മലയിലൊക്കെ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അതായത് മലബാർ അല്ല, ഞാൻ മാപ്പിള ഹിസ്റ്ററി ആണല്ലോ നമ്മൾ പൊതുവിൽ പറയുന്നത്, അതുകൊണ്ട് മാപ്പിള ഹിസ്റ്ററീൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു തുടങ്ങാം. അതായത് കസാഡോ ട്രേഡേഴ്സ്, ഇപ്പോൾ സൗത്തിലുള്ള കൊച്ചിയിലൊക്കെ ഉള്ള കസാഡോ ട്രേഡേഴ്സ്, ആംഗ്ലോ ഇന്ത്യൻ ട്രേഡേഴ്സ്, ഇവർ പോർച്ചുഗീസുകാർ വന്നപ്പോഴും ഡച്ചുകാർ വന്നപ്പോഴും ഇവരുമായിട്ട് അലൈ ചെയ്ത് ഫോർച്യൂൺസ് ഉണ്ടാക്കുകയും ആ രീതിയിൽ നല്ല രീതിയിലുള്ള ട്രേഡ് ഫോർച്യൂൺസ് ഉണ്ടാക്കുകയും ആ രീതിയിൽ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ മാപ്പിളമാരെന്താണ് ചെയ്തത്? മാപ്പിളമാർ കോസ്റ്റൽ ഫ്രണ്ടിൽ പോർച്ചുഗീസുകാരായിട്ട് ഫൈറ്റ് ചെയ്തു, അത് പൊട്ടി, കച്ചവടം പൊട്ടി, ഇന്ത്യൻ ഓഷ്യനിലുള്ള ട്രേഡ് മോണോപോളി നഷ്ടപ്പെട്ട് പിന്നെ ഹിൻഡർലാൻഡിലേക്ക് പോയി. പിന്നെ ഹിൻഡർലാൻഡിൽ പോയിട്ട് അവിടെ അടി ഉണ്ടാക്കി. അവിടെയും ടിപ്പു സുൽത്താൻ വന്ന സമയത്ത് മിലിറ്ററൈസ് ആയി.
പിന്നെ ഒരു നൂറ്റാണ്ടോളം നീണ്ടിട്ട് മലബാർ കലാപം തുടങ്ങി. മലബാർ കലാപത്തിൽ വടിയുണ്ടാക്കി. അങ്ങനെ ഒരു 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 കോസ്റ്റൽ ടു ഹിൻഡർലാൻഡ് ഒരു ലീനിയർ ഫ്രോണ്ടിയർ ഡ്രോയിങ് ആണ് ഇവരൊക്കെ വരയ്ക്കുക. ഇപ്പോൾ സ്റ്റീഫൻ ഡെയിലിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ് ഒരു ഫ്രോണ്ടിയർ ആണ് മലബാർ എന്നുള്ള അർത്ഥത്തിൽ, സൗത്ത് ഏഷ്യൻ ഫ്രോണ്ടിയർ ആണെന്നുള്ള രീതിയിലുള്ള അർത്ഥത്തിലുള്ള ആർഗ്യുമെന്റുകളൊക്കെ. അതായത് ഇന്ത്യൻ ഓഷ്യനിൻ്റെ ഒരു തീരത്തുണ്ടായിരുന്ന മാപ്പിളമാരെല്ലാവരും കൂടി ഒരു ദിവസം ജമാഅത്ത് കൂടി തീരുമാനിച്ച് ഹിൻഡർലാൻഡിലേക്ക് പോവുകയും എന്നിട്ട് അവിടുന്ന് കൃഷി തുടങ്ങുകയും പിന്നെ കൃഷി തുടങ്ങി റവന്യൂ കോൺഫ്ലിക്റ്റുകൾ വന്ന സമയത്ത് ടിപ്പുവിൻ്റെ സഹായത്തോടു കൂടി മിലിറ്ററൈസായി ഹിന്ദു ജന്മിമാരെയൊക്കെ വെട്ടിക്കൊല്ലുകയും ചെയ്തു എന്നുള്ളതാണ് പൊതുവിലുള്ള ഒരു കൺസെൻസസ്. അതിങ്ങനെയൊന്നും ഇവരാരും പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവരൊക്കെ ഇത് അക്കാഡമിക് ലാംഗ്വേജിലാണ് പറയുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലീനിയർ ആയിട്ടുള്ള ഒരു മാപ്പിള എൻട്രി ടു ഹിൻഡർലാൻഡ് അത് ഞാൻ അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് പുതിയ റിസർച്ച് പ്രത്യേകിച്ച് വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള എക്കണോമിക് ഹിസ്റ്ററി അക്കൗണ്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രേഡ് ഒരു സമയത്ത് നമ്മളെന്തോ ഒരു ഫ്ലൂയിഡ് എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ട്രേഡ്, ഇന്ത്യൻ ഓഷ്യൻ ട്രേഡ് നിലനിർത്തിയിട്ടുണ്ടായിരുന്ന വളരെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹിൻഡർലാൻഡ് അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ നദി, കേരളത്തിൽ 44 നദികളുണ്ട്. മലബാറിൽ തന്നെ വെസ്റ്റിലേക്ക് ഒഴുകുന്ന നദികൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഈ റിവറൈൻ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഹിൻഡർലാൻഡിനെയും കടലിനെയും ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ബേസ് സ്ട്രക്ചർ ഇല്ലാണ്ട് വേറെ രീതിയിൽ ഈ പ്രൊഡ്യൂസുകൾ എത്തൂല. ഈ പ്രൊഡ്യൂസുകൾ ഇല്ലാണ്ട് ട്രേഡ് നടക്കൂല. കാരണം മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇപ്പം രുചിര ബാനർജി ഒക്കെ പറയുന്നത് പെപ്പർ, ടീക്ക് പോലുള്ള ക്യാഷ് ക്രോപ്പുകളിലാണ് നിലനിൽക്കുന്നത്. റൈസ് പോലുള്ള സബ്സ്റ്റൻസുകൾ നമുക്കില്ല. അപ്പം ഈ ഡെഫിസിറ്റിനെ നിലനിർത്തുന്നത് ഈ ക്യാഷ് ക്രോപ്പ് ട്രേഡിലാണ്. ഈ ഒരു അർത്ഥത്തിൽ ഈ ഒരു സ്ട്രക്ചർ നിലനിർത്തുന്ന ഒരു ഹിൻഡർലാൻഡ് ട്രേഡ് നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ ഇത് ഓഷ്യാനിക് ഹിസ്റ്ററിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രോബാക്ക്, ഭയങ്കര അഡ്വാൻറ്റേജസ് ഉണ്ട്. ഞാൻ ഇത് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഓഷ്യാനിക് ഹിസ്റ്ററി ഈസ് ലൈക്ക് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിലേക്ക് കുറേ അഡീഷൻസ് വരേണ്ടതുണ്ട്. അത് ഓഷ്യാനിക് ഹിസ്റ്ററി എന്തോ ഒരു, അതായത് നാട്ടിൽ ഭയങ്കര പ്രശ്നവും കലഹവും നടക്കുന്ന കാസ്റ്റും അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റും വയലൻസും ഒക്കെ ഉള്ള ഒരു സ്പേസാണ് ലാൻഡ്. അതേസമയം ഓഷ്യൻ എന്തോ ഒരു ഭയങ്കര ഫ്ലൂയിഡ് ടെറിട്ടറി ആണെന്നുള്ള ഒരു ഇമാജിനേഷൻ ആൾക്കാർക്കുണ്ട്. പ്രത്യേകിച്ച് സൂഫിമാർ, ഷെയർഡ് സ്പേസ്, സിൻക്രറ്റിസം, ട്രാവൽ, ട്രേഡ്, അങ്ങനെ ഒരു കോസ്മോപൊളിറ്റൻ ഇമാജിനേഷനൊക്കെ കാപ്പബിലിറ്റി ഉള്ള ഒരു സ്പേസാണ് ഓഷ്യൻ. അതേസമയം ലാൻഡിന് ഈ കപ്പാസിറ്റി ഒന്നുമില്ല. ലാൻഡ് എപ്പോഴും വയലൻസിലും കാസ്റ്റ് ഇമാജിനേഷനിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നാലും ഓഷ്യനെ ഇതേപോലെയുള്ള ഘടകങ്ങൾ നാട്ടിനെ പറ്റി നമുക്കുള്ള കൺസേൺസ് ഒക്കെ ഓഷ്യനിലും ഉണ്ടായിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. സോവറിനിറ്റി ആണെങ്കിൽ സോവറിനിറ്റിൻ്റെ ക്വസ്റ്റ്യൻസ്, വയലന്റ് ക്ലാഷസ്, ഈവൻ കാസ്റ്റ് വരെ ഓഷ്യാനിക് ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഇപ്പോൾ കാലാപാനി, ദിലീപ് മേനോനൊക്കെ പറയുന്ന, അതായത് ബ്രാഹ്മണന്മാർക്ക് കടൽ കടക്കാൻ പറ്റാത്ത ഒരു തിയോളജിക്കലായിട്ട് തന്നെയുള്ളൊരു ഒരു ക്രൈസിസ്. ഇത്തരത്തിൽ പല രീതിയിൽ കാസ്റ്റ് ബൗണ്ടഡ് ആണ് സ്പേസ്, കിൻഷിപ്പ് ബൗണ്ടഡ് ആണ് സ്പേസ്. പല രീതിയിലുള്ള സവിശേഷമായിട്ടുള്ള ഘടകങ്ങൾ ഫോം ചെയ്യുന്ന ഒരു സ്പേസ് കൂടിയാണ് ഓഷ്യൻ എന്നുള്ളത്. അല്ലാണ്ട് ഓഷ്യൻ എന്തോ ഒരു സവിശേഷമായിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എക്സെപ്ഷണൽ ആയിട്ടുള്ള യാതൊരു വിർച്യൂ ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല ഞാൻ. നമുക്ക് ഈ വിഷയത്തിൽ കിടക്കാൻ തോന്നുന്നത് ഇപ്പം നമ്മൾ ശരിക്കും നിങ്ങളെ ഈ വിഷയത്തിലൊക്കെ വിളിക്കണം എന്ന് വിചാരിച്ചേ. ഓഷ്യൻ സ്റ്റഡീസ്, ഐ മീൻ നമ്മൾ ഓരോരുത്തർ ഓരോ ഫീൽഡ് എടുക്കുന്നതിൽ ഇപ്പോൾ അബുലാല ഓനോ ഓഷ്യൻ ഫീൽഡ് എടുക്കുമ്പോൾ അഫീഫിനെ വെച്ച് നമുക്ക് സംസാരിക്കാൻ നടന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ടോപ്പിക്ക്, മംദാനിൻ്റെ ടോപ്പിക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ വായിച്ചു, മാധ്യമത്തിൽ പബ്ലിഷ് ചെയ്തേ. അപ്പോൾ എന്നാൽ ഓക്കെ, നമുക്ക് അഫീഫിനെ ഈ വിഷയത്തിൽ വിളിക്കാം. ആ വിഷയം അങ്ങനത്തിലുണ്ട്. അപ്പോൾ ഈ വിഷയം നമുക്ക് ഒന്നുകൂടി എലാബറേറ്റ് ആയിട്ട് വേറെ എപ്പിസോഡിൽ സംസാരിക്കാൻ തോന്നി ഇൻഷാ അല്ലാ. നമുക്ക് വിഷയത്തേക്ക് വരാൻ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു റീലിലാണ് തുടങ്ങിയത് ട്രെൻഡിങ്. ഇപ്പം നെയിം ഈസ് മംദാനി, MA ആ സ്പെല്ലിങ് പറഞ്ഞിട്ട് ആ റീല് മൊത്തത്തിൽ പെട്ടെന്ന് ട്രെൻഡായി. എല്ലാവരെയും പെട്ടെന്ന് റീല് വന്നു തുടങ്ങി. അപ്പോഴാണ് ശരിക്കും എല്ലാവരും ഈ പേര് കേട്ട് തുടങ്ങുന്നത്. മംദാനിൻ്റെ ഫാദർ ഈസ് എ സ്കോളർ. എന്നാൽ പോലും ജെൻസി ട്രെൻഡും എല്ലാവരുടെ ഇടയിലേക്ക് ഈ മംദാനി എന്നുള്ള പേരെത്തുന്നത് പെട്ടെന്ന് ആ റീലോട്. ശരിക്കും എന്താണ് ഈ സൂറ മംദാനിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്? എനിക്കൊന്ന് ഫാദറിന് തുടങ്ങാൻ പറ്റും തോന്നല്ലേ? കാരണം മംദാനി എന്ന് പറയുമ്പോൾ ഫാദറിനെ പറയാണ്ട് എത്താൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒബ്വിയസ്ലി മംദാനി എന്നുള്ള പേര് നമുക്ക് പൊതുവിൽ ഫെമിലിയർ. നമ്മൾ പലപ്പോഴും അക്കാഡമിയിൽ ഈ സർനെയിമുകൾ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് നെയിം യൂസ് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. മംദാനി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മഹ്മൂദ് മംദാനി എന്നാണ്
നമ്മളെ മൈൻഡിലുള്ള കൊണോട്ടേഷൻ പല സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ മംദാനിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന സമയത്ത് അത് മഹ്മൂദ് മംദാനിന്റെ ആർഗ്യുമെന്റ് എന്നുള്ള ഒരു ഒരു പ്രസംഷനിലാണ് നമ്മൾ സംസാരിക്കുക. ഈ അടുത്താണ് സൊഹറാൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കുന്നതും ഈ മംദാനി എന്നുള്ള ഈ സർനെയിം അതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നതും ഈ അടുത്താണല്ലോ. പക്ഷെ അതേസമയം തന്നെ ഒരു ഒരു ജെൻസി റീൽ ട്രെൻഡിങ് എന്നുള്ളൊരു ഒരു ആ ഒരു സെൻസിലുള്ളൊരു സഡൻലി ഉണ്ടായിട്ടുള്ള ഒരു പോപ്പുലാരിറ്റിയാണ് പെട്ടെന്ന് ഈ എലക്ഷൻ വിന്നിനെ സഹായിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിലൊക്കെ ഞാൻ പിന്നീട് വരാം. പക്ഷേ ഈ മംദാനി എന്നുള്ള പേര് നമ്മൾ മനസ്സിലാക്കുന്നതിൽ മഹ്മൂദ് മംദാനി എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ ഉപരിയായിട്ട് സൊഹ്റാൻ്റെ പേര് ന്യൂയോർക്കിൽ കുറേ കാലങ്ങളായിട്ട് തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പല രീതിയിൽ ന്യൂയോർക്കിൻ്റെ ഗ്രൗണ്ട് ആക്ടിവിസത്തിൽ ന്യൂയോർക്കിൻ്റെ സ്റ്റേറ്റ് അസംബ്ലി റെപ്രസെൻറ്റേറ്റീവായിട്ട് ക്യൂൻസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ടൊക്കെ സൊഹ്റാൻ വർഷങ്ങളായിട്ട് പണിയെടുത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊക്കെ ഞാൻ വരാം. ഇതിൻ്റെ മുമ്പ് മഹ്മൂദ് മംദാനി ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യന് തുടങ്ങുക. കാരണം അത് സൊഹ്റാൻ്റെ ഐഡൻറ്റിറ്റീനെ രൂപപ്പെടുത്തുന്നതിൽ, സൊഹ്റാനുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഡിബേറ്റുകളെ രൂപപ്പെടുത്തുന്നതിൽ, വിമർശനങ്ങൾ ഉണ്ടാകുന്നതിൽ അതിലൊക്കെ മഹ്മൂദ് മംദാനിൻ്റെ പേരും ആശയങ്ങളും അതുപോലെ തന്നെ ക്രിട്ടിക്കുകളൊക്കെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊളംബിയ സർവകലാശാലയിലുള്ള ആഫ്രിക്കൻ സ്റ്റഡീസിലെ പ്രൊഫസറാണ്. മിസാസിലും അഫിലിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഫസറാണ് മഹ്മൂദ് മംദാനി. ആന്ത്രോപോളജിസ്റ്റ്, സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ്, തിങ്കർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ബൈ ഡിസിപ്ലിൻ ആന്ത്രോപോളജിസ്റ്റ് ആണെന്ന് തോന്നുന്നു മഹ്മൂദ് മംദാനി. ഈ പോസ്റ്റ് 9/11 കോണ്ടെക്സ്റ്റിൽ പോസ്റ്റ് 9/11 കോണ്ടെക്സ്റ്റിലുള്ള ലോകത്തിലെ ചിന്തകരിൽ, പ്രത്യേകിച്ച് ഈ പോസ്റ്റ് 9/11 കോണ്ടെക്സ്റ്റിനെ വിശദീകരിച്ചിട്ടുള്ള ചിന്തകരിൽ, അതുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള ചിന്തകരിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടോപ്പ് 10 തന്നെ ഉണ്ടാകുന്ന ഇൻ്റലക്ച്വലിൽ ഒരാളാണ്, പബ്ലിക് ഇൻ്റലക്ച്വലിൽ ഒരാളാണ് മഹ്മൂദ് മംദാനി. മംദാനി അതുപോലെ തന്നെ മഹ്മൂദ് മംദാനി ഒരു അക്കാഡമിക് സ്കോളർ, ഒരു കേവല അക്കാഡമിക് സ്കോളർ എന്നുള്ളതിൽ ഉപരിയായിട്ട് പല രീതിയിൽ കണ്ടംപററി ക്രിട്ടിക്കൽ സ്കോളർഷിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ഈ വാർ ഓൺ ടെററൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം, അക്കാഡമിയിൽ പ്രത്യേകിച്ച് മുസ്ലിം അക്കാഡമിയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന ഒരു സംജ്ഞയായിരിക്കും ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ബൈനറിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസും. ഒരു കാലത്ത് വളരെ പോപ്പുലർ ആയിട്ട് അക്കാഡമിയിൽ എൻഗേജ് ചെയ്തിട്ടുള്ള തിയറി ആണല്ലോ. ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മംദാനിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എൻഗേജ് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള തിയററ്റിക്കൽ കോണ്ടെക്സ്റ്റും ആയിട്ടാണ്. അത് പൊതുവിൽ നമ്മൾ പല രീതിയിൽ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കും. ഇത് പോപ്പുലർ റെപ്രസെൻറ്റേഷനിലുള്ള ഈ ഗുഡ് മുസ്ലിം, ബാഡ് മുസ്ലിം ബൈനറി, സിനിമ, ലിറ്ററേച്ചർ, പല രീതിയിലുള്ള ടെക്സ്റ്റുകൾ, അപ്പോൾ അതിലൊക്കെ ഉള്ള ബൈനറിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത് സ്പെസിഫിക്കലി മംദാനി എൻഗേജ് ചെയ്യുന്ന ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ, നോർത്ത് അമേരിക്കയിൽ തന്നെ അക്കാഡമിക്സിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്ന സാമുവൽ ഹണ്ടിങ്ടണും ബെർണാഡ് ലൂയിസൊക്കെ പുട്ട് ഫോർത്ത് ചെയ്തിട്ടുള്ള ഒരു ലാർജർ ഒരു ഓറിയന്റൽ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള സ്കോളർഷിപ്പുമായിട്ടാണ് മംദാനിൻ്റെ എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നത്. സാമുവൽ ഹണ്ടിങ്ടൺ എനിക്ക് തോന്നുന്നു ഹാർവാർഡിലെ പ്രൊഫസറായിരുന്നു. ബെർണാഡ് ലൂയിസ് അതേസമയത്ത് തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള അക്കാഡമിക്കും ഓറിയന്റലിസ്റ്റും പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ എനിക്ക് തോന്നുന്നു ഫാക്കൽറ്റി ആയിരുന്നു തോന്നുന്നു, ഉറപ്പില്ല. അപ്പോൾ ലൂയിസും ഹണ്ടിങ്ടണും ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഹണ്ടിങ്ടൺ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുകയും, പ്രത്യേകിച്ച് കോൾഡ് വാറിൻ്റെ കോണ്ടെക്സ്റ്റിൽ വെസ്റ്റിൻ്റെ ബോർഡർ കഴിയുന്ന ഇസ്ലാമിക് ലാൻഡ് തുടങ്ങുന്ന സ്ഥലം മുതൽ, ആ സ്ഥലപരിധി മുതൽ അത് ഒരു പൊട്ടൻഷ്യൽ ക്ലാഷിൻ്റെ സൈറ്റാണ്. പല രീതിയിലുള്ള വയലൻസിൻ്റെ ഹോട്ട് ബെഡ് ആയിട്ടുള്ള പല സാധ്യതകളിൽ പല തരത്തിൽ വെസ്റ്റുമായിട്ട് കോൺട്രാസ്റ്റിൽ നിലനിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് ഈ ഇസ്ലാമിക് ലാൻഡുകൾ മാറി. അതൊരു കൈൻഡ് ഓഫ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എന്നുള്ള ഒരു തീസിസിലേക്ക് സാമുവൽ ഹണ്ടിങ്ടൺ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെ ടോപ്പിക്. അതുകൊണ്ട് തന്നെ ഇതൊരു കോണ്ടെക്സ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പം ബെർണാഡ് ലൂയിസ് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. ബെർണാഡ് ലൂയിസ് അതൊരു സ്റ്റേറ്റ് പ്രൊജക്റ്റ് ആയിട്ട് മാറ്റണം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് US ഉള്ള ഈ ഏരിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പം ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ഇപ്പം സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള പഠന ശാഖകൾ, പല രീതിയിലുള്ള ഏരിയ സ്റ്റഡീസ് US തുടങ്ങുന്നത് ഈ കോൾഡ് വാറിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. അതായത് ഏരിയകളെ പഠിക്കുക, അതായത് അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക. എന്താണ് സൗത്ത് ഏഷ്യ എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഉത്തരങ്ങളില്ല. അത് ഒരു യൂണിഫൈഡ് ടെറിട്ടറി ആണ്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്കൊരു യൂണിഫൈഡ് ടെറിട്ടറി ആയിട്ട് ഫോം ചെയ്യുന്ന രീതി. പക്ഷേ ഇപ്പം സൗത്ത് ഏഷ്യ എന്ന് പറയുന്നത് ഒരു യൂണിഫൈഡ് ടെറിട്ടറി അല്ല, അത് US ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ഇൻവെൻഷനാണ്. ഇവർക്കൊരു ചങ്ക് ഓഫ്
ലാൻഡിനെ എടുത്തിട്ട് അതിനൊരു കോമൺ ആയിട്ടുള്ള പല രീതിയിലുള്ള ഡിപ്ലോമാറ്റിക് സ്പേഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാക്കിയിട്ട് അതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു കോൾഡ് വാർ നോളജ് മേക്കിംഗ് സ്ട്രാറ്റജി കൂടി അതിനും നോളജ് ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജി കൂടിയാണ് ഈ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് പോലുള്ള ഏരിയ സ്റ്റഡീസ് കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് യുപെന്നിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അക്കാഡമിക്സിൽ പല രീതിയിൽ നമ്മൾ ഇത് അക്കാഡമിക്സിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് വിചാരിക്കും. പക്ഷേ യുപെന്നിലെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ്ലി കോൾഡ് വാറിൻ്റെ ഇൻ്റർവെൻഷനാണ്. കോൾഡ് വാറിന് വേണ്ടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് അപ്പം ആ ഒരു അർത്ഥത്തിൽ ഏരിയ സ്റ്റഡീസിൻ്റെ ഫോർമേഷനൊക്കെ ഇപ്പം ലൂയിസിൻ്റെ തീസിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അർത്ഥത്തിൽ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറിനെ കൃത്യമായിട്ട് ഡിസ്ക്രീറ്റ് ചെയ്യണം, അതിന് സ്റ്റേറ്റിൻ്റെ ഇൻ്റർവെൻഷൻ വേണം, ആ ഒരു അർത്ഥത്തിലൊക്കെ ഉള്ള ഒരു എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പം അതിലേക്കാണ് പിന്നെ മംദാനിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നത്. ഇതിനോടൊക്കെ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്തിട്ട് ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം സംജ്ഞന ഒരു വ്യവഹാരികമായിട്ട് അതുപോലെ തന്നെ വിമർശനാത്മകമായിട്ട് നോക്കി കണ്ടുകൊണ്ട് ഈ ഒരു ബൈനറി എന്ന് പറയുന്നത് ഒരു നമ്മൾ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പ്രത്യേകിച്ച് വിശദീകരിക്കാൻ, അതായത് ഇതൊരു വെസ്റ്റിൻ്റെ ഒരു ക്രിയേഷനാണ് പറഞ്ഞോളൂ. അത് സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ബൈനറി അല്ല ഓൺ ഇറ്റ്സ് ഓൺ. അതിന് ഒരു മറുതല ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പുറത്തുള്ളൊരു ഗുഡ് മുസ്ലിമിന് നിലനിൽക്കാൻ എപ്പോഴും ഒരു ബാഡ് മുസ്ലിമും വേണം. ആ ഒരു സെൻസിലുള്ളൊരു ഡൈക്കോട്ടമി നിലനിർത്തിയാൽ മാത്രമേ പ്രത്യേകിച്ച് ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാഖ് ഇൻവേഷൻ്റെ സമയം കൂടിയായിരുന്നു. അപ്പം മൂർത്തമായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി ഇതിനുണ്ടായിരുന്നു. കേവലമായിട്ടുള്ളൊരു ഒരു മെയർ തിയററ്റിക്കൽ എൻഗേജ്മെൻറ്റോ മാത്രമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടി രൂപപ്പെട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയായിരുന്നു അത്. പലപ്പോഴും ഇൻവേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ എപ്പോഴും ഒരു ബാഡ് അതറിനെ വെച്ചിട്ടാണ് ഇൻവേഷനെ ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ പല സ്വഭാവത്തിലുള്ള ഇൻവേഷനുകൾ കോൺക്വസ്റ്റുകളൊക്കെ ഒരു ബാഡ് അതറിനെ മുൻനിർത്തിക്കൊണ്ട് പ്രീസപ്പോസ് ചെയ്തിട്ടാണ് ജസ്റ്റിഫൈ ചെയ്യുക. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഈ ഡൈക്കോട്ടമി എത്രത്തോളം പ്രോബ്ലമാറ്റിക് ആണെന്നുള്ളതായിരുന്നു മംദാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്ലുവൻഷ്യൽ കോൺട്രിബ്യൂഷൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന സമയം. അതേപോലെ തന്നെ മംദാനിക്ക് പല രീതിയിലുള്ള അക്കാഡമിക് കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. പല രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ഈ ഹെഡിങ്ടൺ ഡിബേറ്റ്, ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ തീസിസിനെയൊക്കെ ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യും. ആ ഡിബേറ്റിനെ ക്രിട്ടിക്കലി ഇൻഹെറിറ്റ് ചെയ്തിട്ട് അതിനെ കീറി മുറുക്കുകയും ചെയ്തിട്ടുള്ള സ്കോളേഴ്സുകളിൽ ഒരാളാണ് മഹ്മൂദ് മംദാനി എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ മംദാനിൻ്റെ ഒരു ഹിസ്റ്ററിയും പേഴ്സണൽ ഹിസ്റ്ററി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു മംദാനി ജനിക്കുന്നത് ബോംബെയിലാണ്, പക്ഷേ കെനിയക്കാരായിട്ടുള്ള പാരൻസിന് ബോംബെയിൽ ജനിച്ചിട്ട് തിരിച്ച് ഉഗാണ്ടയിലേക്ക് പോകുന്നു, ഉഗാണ്ടക്കാരായിട്ടുള്ള പാരൻസിന്. എന്നിട്ട് ഉഗാണ്ടയിൽ ജീവിക്കുന്നു. എന്നാൽ ഈദി അമീൻ്റെ കാലത്ത് ഉഗാണ്ടയിൽ നിന്ന് റെഫ്യൂജി ആയിട്ട് UK പോകുന്നു. പിന്നെ തിരിച്ചു വരുന്നു, ഉഗാണ്ടയിലേക്ക് തിരിച്ചു വരുന്നു അംബാലയിൽ. കാരണം ഈദി അമീൻ്റെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യൻസ് ഒരുപാട് റേസിസ്റ്റ് ആയിട്ടുള്ള വയലൻസുകൾക്ക് വിക്റ്റിം ആവുന്നുണ്ട് ഉഗാണ്ടയിലുള്ള ഏഷ്യൻസ്. ഇതിലേക്ക് ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഒരു റെഫ്യൂജി ഐഡന്റിറ്റി കീപ്പ് ചെയ്തിട്ടുള്ള ആളാണ് മഹ്മൂദ് മംദാനി എന്ന് കാണാൻ പറ്റും. എനിക്ക് കൃത്യമായിട്ട് ആ ഒരു ടൈം ലൈൻ ഓർമ്മയില്ലെങ്കിലും ഉഗാണ്ടയിൽ നിന്ന് UK പോകുന്നു ഈദി അമീൻ കാലത്ത്. തിരിച്ച് ഒരുപാട് ഏഷ്യൻസ് തിരിച്ചു വരുന്നത് പോലെ കമ്പാലയിലേക്ക് തിരിച്ചു വന്ന് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ എനിക്ക് വന്ന് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നുണ്ട്, കേപ്പ് ടൗൺ എന്നാണ് എനിക്ക് വന്ന് മംദാനി കുറച്ചു കാലം അവിടെ ജീവിക്കുന്നുണ്ട്. സൊറാൻ ജനിക്കുന്നത് എനിക്ക് വന്ന് ഉഗാണ്ടയിലാണെങ്കിലും കുറച്ചു കാലം അവർ കേപ്പ് ടൗണിൽ ജീവിച്ചിട്ട് പിന്നെ സൊറാൻ 7 വയസ്സുള്ള സമയത്തെറ്റാണ് ന്യൂയോർക്കിലേക്ക് മാറുന്നത്, കൊളംബിയയിലേക്ക് മാറുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ വളരെ സവിശേഷമായിട്ടുള്ള പല രീതിയിലുള്ള ഇമിഗ്രൻ്റ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് മഹ്മൂദ് മംദാനിൻ്റെ എന്ന് കാണാൻ പറ്റും. മംദാനി എനിക്ക് തോന്നുന്നു ഉഗാണ്ടയിലുള്ള സമയത്താണ് അതിനെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഉഗാണ്ടയിലുള്ള ഏഷ്യൻസിനെ കുറിച്ചിട്ടോ ഏഷ്യൻ വയലൻസിനെ കുറിച്ചിട്ടോ ഡോക്യുമെൻ്ററി എടുക്കാൻ എത്തിയിട്ടുള്ള മീര നായരെ കാണുന്നതും പരിചയപ്പെടുന്നതും കല്യാണം കഴിക്കുന്നതും. അങ്ങനെ ഇവർ വിവാഹം കഴിച്ചിട്ട് പിന്നെ ഇവർ ഡെർബനിലേക്കോ കേപ്പ് ടൗണിലേക്കോ മാറുന്നു, പിന്നെ ന്യൂയോർക്കിലേക്ക് വരുന്നു. ആ ഒരു അർത്ഥത്തിൽ ഈ അക്കാഡമിക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിൻ്റെ കൂടെ തന്നെ മംദാനിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള മഹ്മൂദ് മംദാനിൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഇമിഗ്രൻ്റ് എക്സ്പീരിയൻസുകളോട് കൂടിയിട്ട് വേണം എനിക്ക് തോന്നുന്നു സൊറാൻ വരുന്നൊരു സാഹചര്യം മനസ്സിലാക്കാൻ തോന്നുന്നു. സൊറാൻ പലപ്പോഴും ഈ ഈസ്റ്റ് ആഫ്രിക്കൻ ഐഡൻറ്റിറ്റിനെ ഭയങ്കര പ്രൗഡായിട്ട് എംപ്രൈസ് ചെയ്യുന്ന ആൾ കൂടിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ മംദാനിൻ്റെ അതായത് സൊഹറാൻ്റെ പഴയ റാപ്പ് വീഡിയോ ഒക്കെ ഡയറക്റ്റ് ചെയ്യുന്നത് അമ്മയായിട്ടുള്ള മീര നായരാണ്. റാപ്പ് വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പം സൊഹറാനി കുറേ കാലം ന്യൂയോർക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പല സ്വഭാവത്തിലും. പക്ഷെങ്കിൽ ഇങ്ങനത്തെ കുറേ ബാക്ക്ഗ്രൗണ്ടും സൊഹറാൻ ഉണ്ട് അല്ലേ, അതായത് റാപ്പറായിട്ടൊക്കെ ആയിട്ട്. അതെ, മീര നായരെ കൂടി പറയണമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ മംദാനിനെ പറയുന്നത് പോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് മീര നായർ. മീര നായർ എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ഒരു സിനിമ കാണുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി അണ്ടർഗ്രാഡിന് പഠിക്കുന്ന സമയത്ത് നമുക്ക്
ഡയസ്പോറ ലിറ്ററേച്ചറിൽ നെയിം സേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ജുംബ ലാഹിറിൻ്റെ നോവലുണ്ട്. അപ്പം ജുംബ ലാഹിറിൻ്റെ ഈ നോവൽ സിനിമ ആക്കിയിട്ടുള്ളത് മീര നായരാണ്. ഈ സിനിമ എനിക്ക് വന്ന് മീര നായരുതായിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്നത് സിനിമ. അത് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീര നായർ ഹാരി പോട്ടർ ഓർഡർ ഓഫ് ദ ഫീനിക്സ് എടുക്കാൻ ആ സമയത്ത് മീര നായറിനെ സ്റ്റുഡിയോ അപ്രോച്ച് ചെയ്ത സമയത്ത് മീര നായർ നെയിംസേക്ക് എടുക്കണോ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു. ഈ ഒരു എത്തിക്കൽ കൺഫ്യൂഷൻ ഉള്ള സമയത്ത് ഇവരും സൊഹറാൻ അന്നത്ര 14 വയസ്സെന്താണ്, സൊഹറാനോടാണ് ചോദിക്കുന്നത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ സൊഹറാൻ പറയുന്നത് ഹാരി പോട്ടർ എടുക്കാൻ വേറെ ഒരു കുറേ ആൾക്കാരുണ്ടാവും, നല്ല ഡയറക്ടേഴ്സ് ഉണ്ടാവും, പക്ഷേ ഇത് നിങ്ങൾക്ക് മാത്രമേ എടുക്കാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അതിലാണ് ഇവർ ഡിസിഷൻ ഫിക്സ് ചെയ്യുന്നതെന്ന് ഇവർ എനിക്കൊന്ന് JLF എന്തോ പറയുന്നുണ്ട് മീര നായർ. അങ്ങനെ ആണ് നെയിംസേക്ക് എടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. പല രീതിയിൽ സൊഹറാൻ ഈ സാധനത്തിലൊക്കെ പ്രസൻസ് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മീര നായർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. മീര നായർ എനിക്കൊന്ന് ഹാർവർഡിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മീര നായരെ ഫസ്റ്റ് ഡോക്യുമെൻ്ററി, ഹാർവർഡിലെ തീസിസ് ഡോക്യുമെൻ്ററി ഇപ്പോഴും ഹാർവർഡ് ആർക്കൈവ്സിലുണ്ട്. ജമാ മസ്ജിദിനെ കുറിച്ചിട്ടാണ്. ഡൽഹി ജമാ മസ്ജിദ് ജമാ സ്ട്രീറ്റ് ഡൽഹി ഫുട്ടേജസ് എന്നോ അങ്ങനെ എന്തോ, ജമാ മസ്ജിദ് സ്ട്രീറ്റ് ഫുട്ടേജസ് എന്നോ എന്തോ ആണ് പേര്. ഭയങ്കര രസമുള്ള ഒരു ചെറിയൊരു ഷോട്ടാണ്, ഭയങ്കര രസമുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്ട് ഫിലിമാണ്. അതുപോലെ തന്നെ ഒരുപാട് പേരെ ഡോക്യുമെൻ്ററീസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ എനിക്കൊന്ന് പത്മഭൂഷണം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, പലപ്പോഴും നമ്മൾ മലയാളികൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് മീര നായർ എന്ന് പറയുന്ന സമയത്ത്. അത് ഒരു എനിക്ക് തോന്നുന്നു പഞ്ചാബി ഖത്രി ഈ നയ്യാർ എന്നുള്ളതിൻ്റെ ഒരു മാറ്റിയിട്ടുള്ള ഒരു ഫോമാന്ന് തോന്നുന്നുണ്ട് നായർ എന്നുള്ളത്. ശരിക്കും മീര നായർ എവിടെ ബേസ്ഡ് ആണ്? പഞ്ചാബി ഡൽഹി ഐഡന്റിറ്റി ആണെന്ന് തോന്നുന്നുണ്ട് അവരത്. അതേപോലെ ഈ സൊഹറാന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പിന്നെ സൊഹറ എങ്ങനെയാണ് വളരുന്നത്? സൊഹറ പിന്നെ 7 വയസ്സ് മുതൽ ഫുള്ള് ന്യൂയോർക്കിലാണ് ഇപ്പം. അതെ ന്യൂയോർക്കിലാണ് വളരുന്നത്. ഇപ്പം ന്യൂയോർക്കിൽ വളർന്നിട്ട് ഞാൻ ഈ റാപ്പിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സൊഹറാന്റെ പല ആർട്ടിക്കിളുകളൊക്കെ കാണാം, ഇങ്ങനെ റാപ്പുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ആർട്ടിക്കിളുകൾ പീസുകളൊക്കെ വെറുതെ ഓൺലൈനിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. കുറേ പ്രൊഡക്ഷൻസ് ഉണ്ട്. എനിക്കൊന്ന് മീര നായർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്നി എനിക്കൊന്ന് ഫിലിമിൽ സൊഹറാൻ റാപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ക്യൂൻ ഓഫ് കത്വ എന്നെന്തോ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്നി മൂവിയിൽ എനിക്കൊന്ന് അതിൻ്റെ മൊത്തം സൗണ്ട് ആൽബം ചെയ്തിട്ടുള്ളത് സൊഹറാൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ്. യങ് കാർഡമം എന്നോ മിസ്റ്റർ കാർഡമം എന്നൊക്കെ. അതെ, പല രീതിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് മുഹമ്മദ് മംദാനി വരുന്ന കോണ്ടെക്സ്റ്റും സൊഹറാൻ വരുന്ന കോണ്ടെക്സ്റ്റും ഭയങ്കര ഈ ഒരു ലാംഗ്വേജ് പല സ്വഭാവത്തിലുള്ള ലാംഗ്വേജുകൾ ഒരു സെന്ററാണ് ഇപ്പം ഈസ്റ്റ് ആഫ്രിക്ക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഷ്യൻ വേൾഡിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ്. അപ്പം സൊഹറാൻ റാപ്പിൽ സ്വാഹിലിയും അതുപോലെ തന്നെ ലുങ്കാണ്ടൻ, ഇപ്പം ഉഗാണ്ടൻ ലാംഗ്വേജ്, അപ്പം ആ രീതിയിൽ ഈ ലാംഗ്വേജുകൾ കയറി വരുന്നതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. പല രീതിയിൽ ഈ ഇംഗ്ലീഷിൻ്റെ കൂടെ തന്നെ ഇൻ്റർമിക്സ്ഡ് ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ആഫ്രിക്കൻ ലാംഗ്വേജുകൾ കയറി വരുന്നത്. അപ്പം ഈ പല രീതിയിൽ ഈ കൾച്ചർ ഇവനെ ഷേപ്പ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഫേമസ് ആയിട്ട് പറയുന്ന ഒരു റാപ്പ് നാനി റാപ്പാണല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ പല സ്വഭാവത്തിൽ ഇപ്പോൾ ഈ ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ ഐഡന്റിറ്റി ഉള്ളതുപോലെ തന്നെ ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ ഐഡന്റിറ്റിനെ കുറിച്ച് ഒരുപാട് പറയലുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഈ ഈസ്റ്റ് ആഫ്രിക്കൻ ഐഡന്റിറ്റിയും ഇവൻ്റെ റാപ്പ് കൾച്ചറിനെ പല സ്വഭാവത്തിൽ ഷേപ്പ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. സൊഹറാനെ പറ്റി പറയുമ്പോൾ ഈ ഒരു ഏർലി റാപ്പർ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഈ ജാക്കോബിൻ മാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു DSA ലെഫ്റ്റ് വിങ് മാഗസിൻ ഉണ്ട് ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടുള്ള. ജാക്കോബിനിൽ സൊഹറാൻ എനിക്കൊന്ന് 2019 മുതൽ സൊഹറാനെ പറ്റിയിട്ടുള്ള എൻട്രികൾ, ആർട്ടിക്കിളുകൾ, സൊഹറാൻ എഴുതുന്ന ആർട്ടിക്കിളുകളൊക്കെ കാണാം. അപ്പം അതിൽ തുടക്കത്തിലൊക്കെ സൊഹറാനെ റാപ്പർ, അതുപോലെ തന്നെ ക്യൂൻസിന്ന് അസംബ്ലിയിലൊക്കെ മത്സരിക്കുന്ന ആള്, നല്ലയാൾ ഐഡന്റിറ്റി റാപ്പർ എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുന്നത്. പിന്നെ അതിങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കയറി റെപ്രസെൻറ്റേറ്റീവ് ആവുന്നു, പിന്നെ മേയറൽ കാൻഡിഡേറ്റ് ആവുന്നു, പിന്നെ അറ്റ് ദ എൻഡ് ഏറ്റവും റീസെൻ്റ് ആയിട്ട് മേയർ എലക്ട് ആവുന്നു എന്നുള്ള ആ ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം സൊഹറാൻ വളരുന്ന ന്യൂയോർക്ക് എന്നുള്ള സിറ്റിയും, ന്യൂയോർക്ക് എന്നാണല്ലോ ശരിക്കും, അതായത് സൊഹറാന്റെ ഫാദർ ആയിട്ടുള്ള ഇപ്പം 9/11 സംഭവിക്കുന്നത് ന്യൂയോർക്ക് ബേസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ ന്യൂയോർക്ക് ട്രേഡ് സെന്ററിൽ അക്രമം ഉണ്ടാകുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പം 9/11 ശേഷം ഉണ്ടായിട്ടുള്ള ലാർജർലി ഉണ്ടായതൊരു വലിയൊരു ഡിസ്കോഴ്സ് മുസ്ലിങ്ങൾക്കെതിരെ കുറെ ശരിക്കും ഈ ബൈനറി ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുന്നതൊക്കെ ഇതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ശരിക്കും ന്യൂയോർക്ക് എന്നുള്ളത്. അപ്പോൾ ന്യൂയോർക്കിന്റെ ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് അപ്പോൾ ശരിക്കും? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഞാൻ സൊഹറാനെ പറ്റിയിട്ട് മാധ്യമത്തിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഈ ഇലക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അതാണ്. ന്യൂയോർക്കിന് ഒരു സവിശേഷമായിട്ടുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. ന്യൂയോർക്കിൻ്റെ പ്രത്യേകിച്ച് 9/11 കോണ്ടെക്സ്റ്റ് നമ്മൾ പലപ്പോഴും നമ്മളെ മനസ്സിൽ 9/11 കോണ്ടെക്സ്റ്റ് ആണ് നമുക്കൊരു ഇവന്റ് മാർക്കർ ആയിട്ടുള്ളത്. എന്നാൽ അതുപോലെ തന്നെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള, എന്നാൽ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റി കൂടിയാണ് ന്യൂയോർക്ക് എന്ന് നമുക്ക് കാണാൻ പറ്റും.
പ്രത്യേകിച്ച് ലോകത്തിൻ്റെ അമേരിക്കൻ്റെ ഒരു സിംബോളിക് ക്യാപിറ്റലാണ്, ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് ലോകത്തിൻ്റെ. ആ ഒരർത്ഥത്തിൽ ലോകത്തിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബില്യണേഴ്സ് ജീവിക്കുന്ന സ്ഥലം കൂടിയാണ് ന്യൂയോർക്ക്. എന്നാൽ ഈ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഈ നഗരത്തിന് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അമ്പരചുംബികളുള്ള ശതകോടീശ്വരന്മാരുള്ള നഗരത്തിന് അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു മറുവശവും കൂടി മറ്റേത് ഈ ബിഗ് സിറ്റികളെ പോലെയും ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു മറുവശത്തിനോടാണ് സൊഹ്റാൻ എൻഗേജ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ മറുവശത്തിൻ്റെ ഫേസ് ചെയ്തിട്ട് ന്യൂയോർക്കിൻ്റെ ഈ പറഞ്ഞിട്ടുള്ള ബ്രൈറ്റർ സൈഡിനോട് എൻഗേജ് ചെയ്യാനാണ്, ക്രിട്ടിക്കലി എൻഗേജ് ചെയ്യാനാണ് സൊഹ്റാൻ്റെ ക്യാമ്പയിൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്. ന്യൂയോർക്കായിരുന്നു സൊഹ്റാൻ്റെ ക്യാമ്പയിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്രക്സ് പോയിന്റ്. അത് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഫസ്റ്റ് പോവാന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനോടൊക്കെ ചോദിക്കുന്ന ഒരു ഡിബേറ്റ് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞു ഞങ്ങളൊന്ന് ഹോളി ലാൻഡ് അല്ലെങ്കിൽ ഇസ്രായേലിലേക്ക് പോകും എന്ന് പറയുന്ന സമയത്ത് സൊഹ്റാൻ പറയുന്നത് ഞാൻ ന്യൂയോർക്കിൽ തന്നെ നിൽക്കും, കാരണം ഇതാണ് എൻ്റെ സ്ഥലം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാനിവിടുത്തെ സബ് സ്റ്റേഷനിൽ നിന്നും മെട്രോ സ്റ്റേഷനിൽ നിന്നും സിനഗോഗുകളിൽ നിന്നും ടെമ്പിളുകളിൽ നിന്നും ഞാൻ ഇവിടുത്തെ ന്യൂയോർക്കേഴ്സിനെ കാണും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂയോർക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. അതുപോലെ തന്നെ ന്യൂയോർക്കായിട്ട് ബന്ധപ്പെട്ട പോളിസികളിൽ, ന്യൂയോർക്കായിട്ട് ബന്ധപ്പെട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൊക്കെ സൊഹ്റാൻ വർഷങ്ങളായിട്ട് ഇടപെടുന്നത് ഈ പറഞ്ഞിട്ടുള്ള പല രീതിയിലുള്ള സൊഹ്റാൻ്റെ ഇൻ്റർവെൻഷനുകളിൽ, ബില്ലുകൾ പ്രപ്പോസ് ചെയ്യുന്നതിൽ ഒക്കെ കാണാൻ പറ്റും. അപ്പം അതിലേക്ക് നമുക്ക് വരാൻ തോന്നുന്നു പല രീതിയിൽ എന്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള നഗരത്തിൻ്റെ ഡിമാൻഡുകളാണ് സൊഹ്റാൻ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഹൗസിംഗ് ക്രൈസിസ് ആണ്, രണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് ക്രൈസിസ് ആണ്, പിന്നെ അതുപോലെ തന്നെ പ്രോമിസുകളിലൊന്ന് ചൈൽഡ് കെയർ ആയിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് NYPD ആയിട്ടുള്ള സൊഹ്റാൻ്റെ ക്രിട്ടിക്കലായിട്ടുള്ള എൻഗേജ്മെൻറ്റ്. ഈ ഒരർത്ഥത്തിൽ പല രീതിയിൽ സവിശേഷമായിട്ടുള്ള നഗരത്തിന് മാത്രം അല്ലെങ്കിൽ നഗരത്തിലെ വാസികൾക്ക്, ന്യൂയോർക്ക് നഗരവാസികളുമായിട്ട് പ്രത്യേകിച്ച് ന്യൂയോർക്കിനെ രൂപപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട എക്സ്പീരിയൻസ് ലോകത്തിലെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇമിഗ്രൻറ്റ് ഫോഴ്സാണ്. ഈ പല പ്രധാനപ്പെട്ട നഗരങ്ങളെയും സസ്റ്റെയിൻ ചെയ്യുന്ന അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇമിഗ്രൻറ്റ് ലേബർ ഫോഴ്സ് ആയിരിക്കുമല്ലോ. ഈ ലേബർ ഫോഴ്സിനെ അഡ്രസ്സ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അത് പല സ്വഭാവത്തിൽ സൊഹ്റാൻ പറയുന്ന 2-3 സംഭവങ്ങളുണ്ട് തുടക്കത്തിൽ. അതായത് ന്യൂയോർക്ക് ക്യൂൻസ് എന്നുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ട് മത്സരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം 3 മില്യണിലധികമോ അല്ലെങ്കിൽ 3 ലക്ഷത്തിലധികമോ സൗത്ത് ഏഷ്യൻസ് ഉള്ള നഗരമാണ് ന്യൂയോർക്ക്. ഇവിടുന്ന് ഒരൊറ്റ റെപ്രസെൻറ്റേറ്റീവ് പോലും ഈ സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല സൗത്ത് ഏഷ്യൻ ഐഡൻറ്റിറ്റി ഉള്ള. ഏകദേശം 1 മില്യണോളം മുസ്ലിങ്ങളുള്ള നഗരമാണ്. എന്നാൽ ഒറ്റ റെപ്രസെൻറ്റേറ്റീവ് മാത്രമേ ഉള്ളൂ 150ഓളം മെമ്പേഴ്സുള്ള സ്റ്റേറ്റ് അസംബ്ലിയിൽ എന്നുള്ള രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻ ക്വസ്റ്റ്യനൊക്കെ ഉയർത്തുന്നുണ്ട് തുടക്കത്തിൽ തന്നെ സൊഹ്റാൻ. അപ്പം ഈ പറഞ്ഞിട്ടുള്ള ഒരു ലാർജർ മൈഗ്രൻ്റ് ബോഡിനെയും കൂടിയും റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരേ സമയം തന്നെ ഈ വർക്കിംഗ് ക്ലാസ് ബോഡിനെയും അതേസമയം തന്നെ ഈ വർക്കിംഗ് ക്ലാസ്സിനെ ഷേപ്പ് ചെയ്യുന്ന പല സ്വഭാവത്തിലുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള എത്നിക് ഐഡൻറ്റിറ്റികളെയും കൂടി റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു മിക്സാണ് സൊഹ്റാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ പറ്റും. തുടക്കത്തിലൊക്കെ വലിയ രീതിയിൽ അറ്റൻഷൻ കിട്ടിയിട്ടില്ലെങ്കിലും പിന്നീട് അത് പല രീതിയിൽ സൊഹ്റാൻ്റെ ക്യാമ്പയിനെ ഷേപ്പ് ചെയ്തതും പല രീതിയിൽ പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്യുന്നതിനൊക്കെ കാരണമായിട്ടുള്ളതും ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ക്യൂരിയസ് ആയിട്ടുള്ള ഒരു മിക്സ്ചറാണെന്ന് കാണാൻ പറ്റും. ഇപ്പം അങ്ങനെ പറയും. അതേപോലെ തന്നെ ഇപ്പം ഒരു പെർട്ടിക്കുലർ സിറ്റി എന്ന് മാത്രമല്ല, മൊത്തത്തിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കുറെ ഇമിഗ്രന്റ് സൊസൈറ്റികളുണ്ടല്ലോ അവിടുത്തെ പല സ്വഭാവത്തിൽ അവിടുത്തെ സമൂഹത്തിന് രൂപീകരിച്ചു. ഇപ്പം നമ്മളിപ്പം മാൽക്കം എക്സിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ മാൽക്കം എക്സ് ഒരുപാട് ബ്ലാക്ക് മൂവ്മെന്റുകൾ സാധ്യമാക്കിയത് കുറെ മുസ്ലിം സൊസൈറ്റികൾ, സിവിൽ സൊസൈറ്റികൾ, ഇങ്ങനെ പല സ്വഭാവത്തിൽ അവിടെ ഒരു സിറ്റിനെ ശരിക്കും രൂപീകരിക്കുന്നുണ്ടല്ലോ ഇമിഗ്രൻസ്. അതേപോലെ തന്നെ സൊഹ്റാൻ ഒരു ഖോജാഷിയാണ്. അത് ഈ തുടക്കത്തിൽ മറ്റേതും കൂടി പറഞ്ഞിട്ട് തുടങ്ങാൻ തോന്നുന്നു. കാരണം മാൽക്കം എക്സിന്റെ മൂവ്മെന്റ് ആണെങ്കിൽ ഇപ്പം ഹാർലമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല രീതിയിൽ NOA പല രീതിയിൽ ഇസ്ലാമിന് പല സ്വഭാവത്തിലുള്ള സംഘടനാമാനങ്ങളും സംഘടനാ സ്വഭാവങ്ങളും ഇപ്പോൾ US ഇസ്ലാമിനുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് US ഇസ്ലാമിന്. പക്ഷേ ഈ NOAന്റെ ഒരു ബേസ് വിത്ത് ഓൾ ഇറ്റ്സ് ക്രിറ്റിസിസംസ് ആൻഡ് ഓൾ, NOA സൃഷ്ടിച്ചിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസാണ്. ഏറ്റവും ഇസ്ലാമിന് വേണ്ടിയിട്ട് US സൃഷ്ടിച്ചിട്ടുള്ള ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഓഫ് ഇസ്ലാമിക് മൂവ്മെന്റ്. അപ്പം അതിന്റെ പോപ്പുലാരിറ്റി, അതായത് ഒരു സെൻസിൽ അതിന് കിട്ടിയിട്ടുള്ള ഒരു അർത്ഥത്തിൽ ഇറാഷണൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന അർത്ഥത്തിലുള്ള ഒരു ഫാർ ഫെച്ച്ഡ് പോപ്പുലാരിറ്റി ഈ ബേസിനെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പലരുടെ സ്വഭാവത്തിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂയോർക്കിന് വേറൊരു കോണ്ടെക്സ്റ്റ് കൂടി ഉണ്ട്. അത് ഒരു വർക്കിംഗ് ക്ലാസ്
കോണ്ടക്സ്റ്റ് ആണ്. ആ വർക്കിംഗ് ക്ലാസ് കോണ്ടക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ തുടക്കത്തിൽ ഇപ്പോൾ എനിക്കൊന്ന് ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ന്യൂയോർക്ക് നഗരത്തിൽ തന്നെ ജൂയിഷ് ഇറ്റാലിയൻ ഗാർമെൻറ്റ് വർക്കേഴ്സിൻ്റെ ലോങ് സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. അതും പെൺകുട്ടികൾ, ടീനേജ് ഗേൾസ്, ഈ പറഞ്ഞിട്ടുള്ള ഈ ഗാർമെൻറ്റ് ഫാക്ടറികളിൽ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ നടത്തുന്ന സമരങ്ങൾ. പിന്നെ അതിന് ശേഷം ചൈന ടൗൺ എന്ന് പറഞ്ഞ ന്യൂയോർക്കിൽ ഉള്ള ചൈനീസ് ഇമിഗ്രൻസ്, അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യൻ ഇമിഗ്രൻസ് കൂടുതലായിട്ട് അധിവസിക്കുന്ന ചൈന ടൗണിലുള്ള ചൈനീസ് ഇമിഗ്രൻറ്റ് സ്ത്രീകൾ നടത്തിയിട്ടുള്ള ടെനൻറ്റ് മൂവ്മെൻറ്റുകൾ, അതുപോലെ തന്നെ പ്യൂട്ടോറിക്കൻ, ഡൊമിനിക്കൻ, അങ്ങനെ പല രീതിയിലുള്ള ഇമിഗ്രൻറ്റ് സ്ത്രീകൾ നടത്തിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് സ്ട്രഗിളുകളുടെ തുടർച്ചകളിലാണ് ഈ ബേസ് രൂപപ്പെടുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. അതായത് ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ഇൻജസ്റ്റിസിനോടുള്ള എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രഗിൾ കീപ്പ് ചെയ്യാനുള്ള, അതിനെ എതിർത്ത് തന്നെ കാണാനുള്ള ഒരു ബേസ്, ഒരു ക്രിട്ടിക്കൽ ബേസ് രൂപപ്പെടുത്തിയിട്ട് ആ ബേസിൻ്റെയും കൂടി ഒരു പശ്ചാത്തലം ഈ വിന്നിനുണ്ടെന്ന് കാണാൻ പറ്റും. കാരണം പിന്നീട് നമ്മൾ സൊറാൻ്റെ വിന്നിലൊക്കെ പറയുന്ന ഈ ബംഗ്ലാദേശി ആൻറ്റിമാരെന്നൊക്കെ പറയുന്നത് പല രീതിയിൽ ഈ ഇമിഗ്രൻസിൻ്റെ ഭാഗമാണ്, ഈ ലാർജർ ആയിട്ടുള്ള ഒരു ഇമിഗ്രൻറ്റ് എക്സ്പീരിയൻസിൻ്റെ, ഇമിഗ്രൻറ്റ് സ്ത്രീ എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണെന്നുള്ളത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇസ്മായിലി ഐഡൻറ്റിറ്റിനെ കുറിച്ചിട്ട് ഇസ്മായിലി അല്ല കോജ ഐഡൻറ്റിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്ന് ഈ ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള ഇസ്മായിലി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, സോറി അഗൈൻ ഇസ്മായിലി ഐഡൻറ്റിറ്റി ഉണ്ട്. അതുപോലെ തന്നെ എനിക്കൊന്ന് സൊറാൻ ഇസ്മായിലി അല്ലാന്ന് തോന്നുന്നുണ്ട്, സൊറാൻ ഒരു ഇസ്നാശരിയാന്ന് തോന്നുന്നുണ്ട്. ഇവരെ ഫാമിലി മഹ്മൂദ് മംദാനിൻ്റെ ഫാമിലി. ഇപ്പോൾ കോജ, അതുപോലെ തന്നെ വോറ, മേമൻ തുടങ്ങിയിട്ടുള്ള ഈ ഗുജറാത്ത്, സിന്ധ്, ബോംബെ പ്രവിശ്യകളിൽ നിന്നുള്ള ഏർലി മുസ്ലിം ഇമിഗ്രൻസ് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഓഷ്യൻ ട്രേഡിൽ. പ്രത്യേകിച്ച് 17-18 നൂറ്റാണ്ടുകളിലൊക്കെ ഉള്ള ട്രേഡ് റെക്കോർഡുകൾ, അക്കൗണ്ടുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐഡൻറ്റിറ്റി എത്രത്തോളം ഈ ഒരു ഈസ്റ്റ് ആഫ്രിക്ക മുതൽ സൗത്ത് ഏഷ്യ വരെയുള്ള സ്പേസിനെ എത്രത്തോളം ഡിറ്റർമൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാണാൻ പറ്റും പല രീതിയിൽ. ഇപ്പം ഹാർവേഡിൽ തന്നെ എൻ്റെ പ്രൊഫസർ അലി അസാനി കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട്, കോജ ഇസ്മായിലി കമ്മ്യൂണിറ്റിനെ കുറിച്ചിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള, സൗത്ത് ഏഷ്യ ഈസ്റ്റ് ആഫ്രിക്കൻ എക്സ്പീരിയൻസിനെ കുറിച്ച് വർക്ക് ചെയ്തിട്ടുള്ള പ്രൊഫസറാണ്. അസാനിൻ്റെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു മൈക്കലോ സള്ളിവൻ്റെ പ്രൊജക്റ്റ് ഈ ഗുജറാത്തി മുസ്ലിം ബിസിനസ് കമ്മ്യൂണിറ്റികളെ കുറിച്ചിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ അക്കൗണ്ടാണ്. എനിക്കൊന്ന് 18-19 നൂറ്റാണ്ടിലുള്ള. അപ്പം ഈ ഒരു അർത്ഥത്തിൽ പിന്നെ ഷെനീല കോജ മുൽജി എന്ന് പറഞ്ഞിട്ടുള്ള ഇവർ തന്നെ എനിക്ക് വന്ന് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി ഡിസെൻഡിലുള്ള ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ പല സ്കോളറാണ്. ഇവർ ഈ ജമാഅത്തുകളെ കുറിച്ചിട്ട്, ബോറ, കോജ ജമാഅത്തുകളെ കുറിച്ചിട്ടുള്ള വരെ പഠനമുണ്ട്. അപ്പം എങ്ങനെയാണ് ഒരു സൗത്ത് ഏഷ്യ എന്നുള്ള ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി, വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, സൗത്ത് ഏഷ്യയിൽ നോക്കിക്കഴിഞ്ഞാലും ഈസ്റ്റ് ആഫ്രിക്കയിൽ നോക്കിക്കഴിഞ്ഞാലും ന്യൂമറിക്കലി വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിലുള്ള കമ്മ്യൂണിറ്റി, വളരെ സ്ട്രോങ് ആയിട്ടുള്ള എക്കണോമിക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ സൃഷ്ടിച്ചെടുക്കുന്നതെന്നും ഈ എക്കണോമിക് ഫിനാൻഷ്യൽ ക്യാപിറ്റൽ എങ്ങനെയാണ് ഇവർ കമ്മ്യൂണിറ്റിയിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നതും കമ്മ്യൂണിറ്റിനെ പ്രിസർവ് ചെയ്യാൻ രൂപപ്പെടുത്തുന്നതും എന്നുള്ള, ഇവരെ തന്നെ കമ്മ്യൂണിറ്റിനെ പ്രിസർവ് ചെയ്യാൻ രൂപപ്പെടുത്തുന്നു എന്നുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് സ്റ്റഡികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ ഓഷ്യനിലെ ട്രേഡ് ഹിസ്റ്ററി, നമ്മൾ ഈ ട്രേഡ് ഹിസ്റ്ററി എന്നൊക്കെ ഒരുപാട് പറയുന്നുണ്ടെങ്കിലും മലബാറിൽ നിന്നുള്ള മാപ്പിളമാരെ പോലെ തന്നെ, ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള ചുളിയ മുസ്ലിങ്ങളെ പോലെ തന്നെ, മരക്കാരന്മാരെ പോലെ തന്നെ ഒരു കാലത്ത് ഈ പറഞ്ഞിട്ടുള്ള പ്രദേശത്തിൻ്റെ ട്രേഡ് റെജീമിനെ മൊത്തത്തിൽ സ്വാധീനിച്ചിട്ടുള്ള, ഇൻഫോം ചെയ്യുകയും ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റികളായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ഈ സിന്ധി പ്രദേശത്തു നിന്നുള്ള ഈ മുസ്ലിം കമ്മ്യൂണിറ്റികളെന്ന് കാണാൻ പറ്റും. ഈ ഒരു ലാർജർ ഇമിഗ്രേഷൻ്റെ, ഒരു ലോnger ഡ്യൂറി ഓഫ് ഇമിഗ്രേഷൻ്റെ പശ്ചാത്തലം കൂടി ഈ ഐഡൻറ്റിറ്റികൾക്ക് പുറകിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയത് മംദാനി കാണിച്ചുകൊടുന്ന ഈ പോളിസീസ് ആണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ കോട്ട് ചെയ്ത പോലെ തന്നെയുള്ള, അതായത് ന്യൂയോർക്കിന്റെ അതർ സൈഡ് ഓല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് പോളിസി ആക്കിയിട്ടാണ് മംദാനി അധികവും. നേരെ മറിച്ച് ക്യൂമോ അങ്ങനെ ആയിരുന്നില്ലല്ലേ, നേർക്ക് അപ്പർ ക്ലാസിന്റെ ഒരു ആ വിഷയങ്ങളാണ് അധികവും ഫോക്കസ് ചെയ്ത് ക്യാമ്പയിൻ ഉടനീളം. അപ്പോൾ പോളിസീസ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, അപ്പം ഈ ഓരോ പോളിസീസും സൊഹ്റാൻ എടുത്ത ഓരോ പോളിസീസും അത് ന്യൂയോർക്കായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? അതെ, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ്. കാരണം അത് ഏറ്റവും ക്രക്സ് എന്നുള്ള ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അതെന്ന് തോന്നുന്നുണ്ട്. കാരണം പോളിസികളുടെ കാര്യം പറയുന്ന സമയത്ത് ഫസ്റ്റ് ഈ ഹൗസിംഗ് ക്രൈസിസ് തന്നെ എടുക്കാൻ തോന്നി. ഈ അമേരിക്കയിലുള്ള പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു ഇമിഗ്രൻറ്റ് ക്രൈസിസ്, അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ് ക്രൈസിസ്, ബ്ലാക്ക് ക്രൈസിസ് എന്ന് പറയുന്നത് ഹൗസിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. നമ്മളും ഈ ഹൗസിങ് സൊറാൻ്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണെന്നുള്ളത് കാണാൻ പറ്റും. സൊറാൻ
തുടക്കം മുതലേ ആദ്യം മുതലേ തന്നെ പബ്ലിക് ഹൗസിങ്ങിനെ കുറിച്ച് പല സ്വഭാവത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയും റെന്റ് ഫ്രീസ് ഒക്കെ സൊറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട് റെന്റ് ഫ്രീസ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഇപ്പം ന്യൂയോർക്കിലുള്ള ഒരു സവിശേഷമായിട്ടുള്ള ഫീച്ചർ, ന്യൂയോർക്കിൽ മാത്രമല്ല പൊതുവിൽ അമേരിക്കൻ നഗരങ്ങളിലൊക്കെ ഉള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവലി ഓൾമോസ്റ്റ് ഒരു ചങ്ക് ഓഫ് ഹൗസിങ് ഏരിയയിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഈ ഇലക്ടറേറ്റിൻ്റെ പരിധിയിൽ വരുന്ന ഏരിയകളിൽ ഉള്ള ഹൗസിങ്ങൾ മേയർ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ബോഡി തീരുമാനിക്കും ആനുവലായിട്ട് എത്ര പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ആണ്, സർജ് ആണ് ഹൗസിങ് പ്രൈസസിൽ ഉണ്ടാവുക എന്നുള്ളത്. ഒരർത്ഥത്തിൽ ഈ ജീവിക്കുന്ന ടെനൻസിന് ഒരു റൈറ്റ് ഓവർ അതിൻ്റെ മുകളില്ലാത്ത, അതായത് ഒരു കൺട്രോൾ ഇല്ലാത്ത, എൻ്റെ അർത്ഥം ഇവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നൊന്നുമല്ല, പക്ഷെ ഒരു ഇൻക്രീസ് ചെയ്യുന്ന റെൻറ്റിന് പ്രത്യേകിച്ച് ജീവിത സാഹചര്യം അതുപോലെ തന്നെ ഒരർത്ഥത്തിൽ ഡെയിലി ഇൻകം അല്ലെങ്കിൽ വെയ്ജിന് അനുഗുണമായിട്ടുള്ള ഒരർത്ഥത്തിലുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ല പ്രത്യേകിച്ചും ഹൗസിങ്ങിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുക. സൊറാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഏകദേശം 60% ആളുകളോ 50% ആളുകളോ ഇവരെ ഇൻകത്തിൻ്റെ 50% ആണ് ഹൗസിങ്ങിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിൽ. പ്രത്യേകിച്ച് ഇമിഗ്രൻ്റ് ഫാമിലികൾ, നമ്പേഴ്സ് കൂടുതലുള്ള ഫാമിലികളൊക്കെ ആകുമ്പോൾ ഈ പെർസെൻറ്റേജ് കൂടും. അപ്പം ഈ പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യുന്നത് കൂടുന്ന സമയത്ത് ഇവർ പല രീതിയിലുള്ള കോംപ്രമൈസുകൾക്ക് കമ്പൽഡ് ആവും. അപ്പം ആ കോംപ്രമൈസുകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ലൈഫിൻ്റെ ക്വാളിറ്റിയിലുള്ള കോംപ്രമൈസുകളായിരിക്കും ചെയ്യേണ്ടി വരിക, പല ഏരിയകളിലേക്കുള്ള മാറ്റങ്ങളായിരിക്കും ഇവർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ കോണ്ടക്സ്റ്റിൽ തന്നെ ആലോചിച്ചാൽ ജാമിയ നഗറിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ജാമിയ നഗറിനെ കുറിച്ചിട്ട് ഇവരെ പഠനങ്ങളൊക്കെ ഉണ്ട്, പല രീതിയിലുള്ള പഠനങ്ങളുണ്ട്, സ്പേഷ്യൽ സെഗ്രിഗേഷനെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ. അപ്പോൾ ഒരർത്ഥത്തിൽ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഹൗസിങ് ക്രൈസിസ്, അതുപോലെ തന്നെ ഹൗസിങ് ക്രൈസിസിൻ്റെ കൂടെ തന്നെ നിലനിൽക്കുന്ന ഇപ്പോൾ ആൻറ്റി ബ്ലാക്ക്നെസ്, അതുപോലെ തന്നെ ആൻറ്റി മുസ്ലിംനെസ്, ഇങ്ങനെയുള്ള കുറേ എലമെൻറ്റുകൾ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റീനെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഒരേ സമയം തന്നെ ഈ ഐഡൻറ്റിറ്റി വൈസ് മൈനോറിറ്റൈസ് ചെയ്യപ്പെടുന്ന, അതേസമയം തന്നെ എക്കണോമിക് വൈസ് മൈനോറിറ്റൈസ് ചെയ്യപ്പെടുന്ന കമ്മ്യൂണിറ്റികളെ ഒരു സ്പേഷ്യലി സെഗ്രിഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയകളിലേക്ക് മൂവ് ചെയ്യാനും അവിടെ അക്യുമുലേറ്റ് ചെയ്യാനും, എനിക്കൊന്ന് അക്യുമുലേഷൻ ബൈ സെഗ്രിഗേഷൻ എന്തോ പറഞ്ഞിട്ട് ഗസാല ജാമിലിൻ്റെ പുസ്തകമുണ്ട് ജാമിയ നഗറിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ കോണ്ടക്സ്റ്റ് ആണ് അത്. നമുക്ക് ആ ഒരു ലോജിക്കിലും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവേണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഹൗസിങ് സ്ട്രക്ചർ നിലനിൽക്കുന്ന ഒരു നഗരമാണ്. അപ്പം ഇവിടെ റെൻറ്റ് ഫ്രീസ് എന്ന് പറഞ്ഞൊരു വളരെ വിപ്ലവകരമായിട്ടുള്ള ആശയമാണ്. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീലിങ്ങിൽ റെൻറ്റിനെ ഫ്രീസ് ചെയ്യുക. പല രീതിയിലുള്ള ലിബറൽ എക്കണോമിസ്റ്റുകളൊക്കെ എതിർക്കുന്ന ഒരു ആശയം കൂടിയാണ് ഇത്, നഗരത്തിൻ്റെ ഗ്രോത്തിനെ തകർക്കും എന്നൊക്കെ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഒരു ഭാഗത്തുള്ള പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളും എക്കണോമിസ്റ്റുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. പല രീതിയിൽ ഈ ഉള്ള റെൻറ്റ് ഫ്രീസ് പല സ്വഭാവത്തിൽ ലാർജർ കമ്മ്യൂണിറ്റിക്ക് അനുഗുണമാകുന്ന അർത്ഥത്തിലാണ് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ സൊറാൻ ഈ റെൻറ്റ് ഫ്രീസ് മാത്രമല്ല സൊറാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം, അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഹൗസിങ്ങുകൾ ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്ട്രക്ചർ കൂടി, ഒരു ലാർജർ ഇൻഫ്രാസ്ട്രക്ചർ കൂടി, ഒരു ബജറ്റ് അലോക്കേഷൻ കൂടി നടത്താനുള്ള പ്രൊപ്പോഷൻസ് ഒക്കെ ഹൗസിങ് സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഒരു സംഭവം ഈ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്രൈസിസ് ആണ്. ഇപ്പം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക ലാൻഡ് ഹെൽത്ത് കെയർ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു ക്രൈസിസ് ആണ്. ഒന്ന് ന്യൂയോർക്ക് നഗരത്തിനെ കുറിച്ച് മനസ്സിലാക്കും നമ്മൾ പലപ്പോഴും ഈ ന്യൂയോർക്ക് ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബാന്നുള്ള രീതിയിൽ മനസ്സിലാക്കും. ഇപ്പോൾ ഈ NYU കൊളംബിയ പോലുള്ള സർവകലാശാല, ഇപ്പോൾ മഹമ്മദ് മംദാനി എന്നെ വർക്ക് ചെയ്യുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ന്യൂയോർക്ക് നഗരത്തിൽ ഏറ്റവും വലിയ ലാൻഡ് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 യൂണിവേഴ്സിറ്റികളാണെന്നുള്ളത് കാണാൻ പറ്റും. NYU കൊളംബിയ പോലുള്ള യൂണിവേഴ്സിറ്റികളാണെന്ന് കാണാൻ പറ്റും. അപ്പം നഗരത്തിൻ്റെ ഈ ലാൻഡ് ഫിക്സേഷനുള്ള റെൻറ്റിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട എലമെൻറ്റുകൾ ഒന്ന് ഈ പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ ഭയങ്കര ഒരു ലിബറൽ സ്കോളർഷിപ്പിൻ്റെ എപ്പിറ്റം എന്നൊക്കെ വിചാരിക്കുന്ന യൂണിവേഴ്സിറ്റികളാണെന്ന് കാണാൻ പറ്റും. അപ്പം ഈ യൂണിവേഴ്സിറ്റികൾ വലിയ ലാൻഡ് ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മാർത്തത്തിലല്ല നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ ഇവർ ഒരു സൈഡിൽ നിന്ന് ടാക്സ് ഇവേഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു $135 മില്യൺ ആ ഒരർത്ഥത്തിൽ വലിയ രീതിയിലുള്ള ടാക്സ് ഇവേഷനാണ് കൊളംബിയ NYU ചെയ്യുക. ഈ അതായത് ഇവർക്ക് കിട്ടുന്ന ഈ ടാക്സ് ബെനിഫിറ്റുകൾ ഒരർത്ഥത്തിൽ ഇത് അമേരിക്കയിൽ പൊതുവിലുള്ള അമേരിക്കൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്, ഒരു അബറേഷൻ അല്ല, മറിച്ച് നോമാണെന്നുള്ളത് കാണാൻ പറ്റും. വലിയ രീതിയിലുള്ള ഈ മൾട്ടി മില്യൺ കോൺഗ്ലോമറേഷൻസ് ഒക്കെ ടാക്സ് ഇവേഡ് ചെയ്യുന്ന അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് സ്ട്രക്ചറുള്ള ഒരു നാടാണ്. അപ്പോൾ കൺവീനിയൻസിൻ്റെ പുറത്ത് ഔട്ട് ഓഫ് കൺവീനിയൻസ് ആണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് വലിയ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഇത്തരത്തിലുള്ള സർവകലാശാലകൾ ഈ ടാക്സ് ഇവേഡ് ചെയ്യുമ്പം പബ്ലിക് മണിയിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള വരെ ടാക്സ് മണി എത്തുകയും ഇല്ല. അതേസമയം തന്നെ ഈ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, അപ്പോൾ തലാൽ അസദിനൊക്കെ അറിയില്ല. തലാൽ അസദ് എനിക്ക് വന്ന് CUNY പ്രൊഫസറായിരുന്നു. അസദ്, ഡേവിഡ് ഹാർവി പോലുള്ള വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്രൊഫസേഴ്സുള്ള
അതേപോലെ തന്നെ ഒരുപാട് ഈ ന്യൂയോർക്ക് നഗരത്തിലുള്ള ഏറ്റവും ഇമിഗ്രൻ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ, ഏറ്റവും വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള പോപ്പുലേഷൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളെ ലൈഫ് ലൈൻ കട്ട് ചെയ്യുകയാണ് ബേസിക്കലി ചെയ്യുക. ഇവർക്ക് ഒരേ സമയം ഈ താഴെക്കിടയിലുള്ള യൂണിവേഴ്സിറ്റികളെ ഫണ്ട് ചെയ്യുന്നത് നഗരം കട്ട് ചെയ്യുകയും ആ ഫണ്ട് ചെയ്യാനുള്ള പൈസ ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഈ ടാക്സ് ചാനലുകൾ ഇവർ ഓൾറെഡി ഇവേഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു മൾട്ടി ഫോം ആയിട്ട് ഒരു അർത്ഥത്തിൽ ഇവർ നഗരത്തിലുള്ള പബ്ലിക് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ തകരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നഗരത്തിലുള്ള ഈ ലോവർ ക്ലാസ്സിന് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആക്സസ് നഷ്ടപ്പെടും. NYU കൊളംബിയ പോലുള്ള പൈസക്കാർക്ക് മാത്രം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരർത്ഥത്തിലുള്ള സ്ഥാപനങ്ങൾ ത്രൈവ് ചെയ്യും. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി തന്നെ ഒരേ അർത്ഥത്തിൽ തന്നെ ഇക്കണോമിക് ഇനീക്വാലിറ്റിൻ്റെ ഒരു മറുപുറമായിട്ട് വർത്തിക്കുകയും ചെയ്യും. അപ്പം മംദാനിൻ്റെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ് NYU കൊളംബിയ പോലുള്ള സർവകലാശാലകളെ ടാക്സ് എക്സം സ്റ്റാറ്റസിന് ഒഴിവാക്കണം, ഇവരെ ടാക്സ് റെജീമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. എന്നിട്ട് അത് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിനെ ഫണ്ട് ചെയ്യിക്കാൻ ചാനലൈസ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റാണ്. അതുപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്ന് പറഞ്ഞാൽ MTA, ന്യൂയോർക്കിൻ്റെ പബ്ലിക് ബസ്, ട്രെയിന്, മെട്രോ ട്രാൻസ്പോർട്ട് സ്ട്രക്ചറിനെ വളരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു മംദാനിൻ്റെ മറ്റൊരു ആശയം എന്ന് പറയുന്നത്. ഇപ്പം ആൻഡ്രൂ കോമോ പിന്നെ പേര് പരാമർശിച്ചില്ല. കോമോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MTA ആനുവലി പോകേണ്ട ഫണ്ട് പല വർഷങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക മിസ്ഡയറക്റ്റ് ചെയ്തിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ എനിക്ക് വന്ന ഒരു അപ്സ്റ്റേറ്റിൽ ഒരു സ്കീ റിസോർട്ട് ഉണ്ടാക്കാനാണ് MTA ഫണ്ട് കോമോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എലീറ്റിന് മാത്രം, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള എലീറ്റിനെ മാത്രം സെർവ് ചെയ്യുന്ന, കാറ്റർ ചെയ്യുന്ന, എന്നാലും യാതൊരു രീതിയിൽ ഇത് അക്കൗണ്ടബിൾ പോലും ആവാത്ത അർത്ഥത്തിൽ അത്രയും നെഗ്ലിജൻസിലാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് സ്ട്രക്ചറൊക്കെ നിലനിന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ വരുന്ന ഒരാൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലൊക്കെ ഉള്ള ഈ ട്രാൻസ്പോർട്ട് എക്സ്പീരിയൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഒന്നും ഒരർത്ഥത്തിലും വളരെ കുറച്ച് സിറ്റികളിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പം സേവനം എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒബ്ലിഗേഷനെ പലപ്പോഴും ആ അർത്ഥത്തിൽ നിന്ന് തന്നെ, സങ്കല്പത്തിൽ നിന്ന് തന്നെ എടുത്തു മാറ്റിയിട്ട് അതിനെ പ്രൈവറ്റൈസ് ചെയ്യുന്ന ഒരു ശ്രമമാണ്. ഹെൽത്ത് കെയർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, ഇന്ത്യ ലാർജ്ലി ബെറ്ററാന്ന് നമുക്ക് പറയാൻ പറ്റും ഒരർത്ഥത്തിൽ ഹെൽത്ത് കെയറിൻ്റെ സാധനത്തിലൊക്കെ. കാരണം ഹെൽത്ത് കെയർ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആക്സസിബിൾ ആയിട്ടുള്ള ഹെൽത്ത് കെയർ പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളിലൊന്നുമില്ല. ഇവിടുത്തെ കാര്യം മാത്രമല്ല, അപ്പം പലർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കുന്ന കുറേ ഇങ്ങനത്തെ ഈ വെൽഫെയർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് പലപ്പോഴും നമ്മളെ ഈ ഓൾഡ് സോഷ്യലിസ്റ്റ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിലൊക്കെ ഉള്ള ഈ പറഞ്ഞുള്ള വെൽഫെയർ സങ്കല്പങ്ങൾ, വെൽഫെയർ ഡെമോക്രസിയിലെ സങ്കല്പങ്ങൾ, അപ്പം ഇതിൻ്റെയൊക്കെ റെമനൻസ് ആയിട്ട് നമുക്കിപ്പോഴും പല രീതിയിൽ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിട്ടുന്ന ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ വലിയ രീതിയിലൊന്നും ആലോചിക്കാതെ അത് ഇത്തരത്തിലുള്ള വളരെ അക്യൂട്ടായിട്ടുള്ള ക്യാപിറ്റലിസ്റ്റ് കോൺട്രഡിക്ഷനിലൊക്കെ നിലനിൽക്കുന്ന സൊസൈറ്റികൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആൾക്കാരെ അടുത്ത് നിന്ന് അകറ്റി നിർത്തപ്പെടുക മാത്രമല്ല, അതൊരു എലക്ഷൻ ക്വസ്റ്റ്യന് കൂടി പോലും ആവുന്നില്ല. അത് ഇലക്ഷന് ആൾക്കാർ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്, ഇതൊന്നും ക്വസ്റ്റ്യനേ ആവില്ല എന്നുള്ളത്. പിന്നെ തമ്മിൽ ഭേദമുള്ള ലോബിസ്റ്റുകളുടെ ഇടയിൽ ഇവർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഒരു രീതി. ഈ പതിവ് രീതികളൊക്കെ തെറ്റിച്ചിട്ടാണ് വളരെ കൃത്യമായിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ, ടാക്സിങ് ദ റിച്ച്, യൂണിവേഴ്സൽ ചൈൽഡ് കെയർ, അതുപോലെ തന്നെ യൂണിവേഴ്സൽ ചൈൽഡ് കെയർ എന്തോ ഒരു കൺസെപ്റ്റ്, അതായത് 25% സംതിങ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നു അതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ക്ലെയിം കൂടിയായിരുന്നു തോന്നുന്നുണ്ട്. കാരണം എത്രത്തോളം പ്രാക്ടിക്കലാന്നുള്ള ക്വസ്റ്റ്യനിൽ, കാരണം ചൈൽഡ് കെയർ അതേപോലെ തന്നെ ഒരർത്ഥത്തിൽ ഒരു ബേസിക് റൈറ്റ് ആണ്. അപ്പം ആ ഒരു വലിയൊരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ക്ലെയിം കൂടിയായിരുന്നു അത്. അപ്പം അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈൽഡ് കെയറിന് വരുന്ന ഓൾമോസ്റ്റ് വലിയൊരു എക്സ്പെൻസ് ആണ്, ഒരു $6 ബില്യൺ എക്സ്പെൻസ് ആണ് വരുന്നത്. അത് ഓൾറെഡി സ്റ്റേറ്റ് ഫെഡറൽ ഫണ്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് ഇത് പ്രപ്പോസ് ചെയ്യുന്നത്. ഈ പൈസ അവർ സ്പെക്കുലേറ്റ് ചെയ്യുന്നത് ഈ ടാക്സിങ് ദ റിച്ച് എന്നും അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള മുകളിലുള്ള ബില്യണേഴ്സെന്നും ബില്യണയർ കോർപ്പറേഷൻസെന്നും ഉള്ള ഓരോ ടാക്സ് എന്താ പറയുക സ്ലാബ് ഇൻക്രീസ് ചെയ്തിട്ട് ആ സ്ലാബിൽ നിന്ന് കിട്ടുന്ന സർപ്ലസിൻ്റെ പുറത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നാണ്, ആ ഫണ്ടിനെ എങ്ങോട്ടേക്ക് ചാനലൈസ് ചെയ്തിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു സ്പെക്കുലേഷനിൽ നിലനിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് നമുക്കറിയില്ല, പക്ഷെ എന്നാലും വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റ് ആയിരുന്നു എന്നുള്ളതാണ്
എനിക്ക് തോന്നുന്നു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്ലെയിം കൂടിയായിരുന്നു മംദാനിന്റെ വിജയത്തിനെ സ്വാധീനിച്ചിട്ടുള്ളതിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെയാണ് മംദാനിന്റെ ക്യാമ്പയിന്റെ ഒരു രൂപം, മീഡിയം, അതായത് ഒരു പുതിയ ട്രെൻഡ് സ്വഭാവത്തിൽ. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഉണ്ടായ കുറെ ഒരു മേയർ പിന്നെ റീലിങ്ങനെ നോക്കുമ്പോൾ മംദാനിന്റെ അതേ ഒരു മെത്തേഡിൽ തന്നെ സംസാരിക്കുന്ന വേറെയും കുറെ ക്യാമ്പയിൻസ്, ഒരു പുതിയ ട്രെൻഡ് മംദാനി ക്രിയേറ്റ് ചെയ്തായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരുന്നു. അതേസമയം തന്നെ നമ്മൾ എന്തൊരു വൺ മാൻ വണ്ടർ ആണ്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നുണ്ടായ ഒരു ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് കൾച്ചറാന്നുള്ള രീതിയിലുള്ള ഒരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. അത് എനിക്കും ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷേങ്കിൽ ഇത് ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബേസ് ഉണ്ട് എന്നുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജാക്കബിൻ മാഗസിനിലുള്ള മംദാനിനെ കുറിച്ചുള്ള എൻട്രികളൊന്ന് പോയി വായിച്ചു നോക്കുക. അത് 2019-20 മുതൽ ഇപ്പം DSA എന്ന് പറഞ്ഞിട്ടുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് അസോസിയേഷൻ, ഇപ്പം ന്യൂയോർക്കിൽ തന്നെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ്റെ ഒരു മൗത്ത് പീസാണ് ഈ മാഗസിൻ. അപ്പം ഒരു ലാർജർ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഇതിൻ്റെ ബേക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. മംദാനിൻ്റെ തന്നെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് മംദാനി ഒരു ബേസിക് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, നമ്മളിപ്പം പറയുന്ന പോലെ ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കൗൺസിൽ മെമ്പറോ അങ്ങനെ ഒരു കൗൺസിൽ മെമ്പറായിട്ട് ഒരുപാട് വർക്കുകൾ ചെയ്തു. ഇപ്പോൾ MTA ട്രാൻസ്പോർട്ടേഷൻ ഫിക്സ്ഡ് MTA ബില്ലൊക്കെ ആ സമയത്ത് കൊണ്ടുവരുന്നത് 2022 കൊണ്ടുവരുന്നതാണ്. പിന്നെ ഈ ടാക്സേഷൻ യൂണിവേഴ്സിറ്റിയിലെ ടാക്സ് ചെയ്യണമെന്ന് പറയുന്നത് 2023 എന്തോ പറയുന്നതാണ്. അതുപോലെ തന്നെ NYUവിൻ്റെ ഹോസ്പിറ്റലുകൾ ടാക്സ് ചെയ്തിട്ട് പബ്ലിക് ഹെൽത്ത് കെയർ നന്നാക്കണം എന്ന് പറയുന്നത് 2021 എന്തോ പറയുന്നതാണ്. അപ്പം ഈ ഒരു അർത്ഥത്തിൽ ഒരു ലാർജറായിട്ട് ഈ അടിസ്ഥാന വികസന പ്രശ്നങ്ങളോടൊക്കെ എൻഗേജ് ചെയ്യുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പിൻബലത്തോടു കൂടിയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് മംദാനിൻ്റെ കോണ്ടെക്സ്റ്റിൽ. നമ്മൾ പലപ്പോഴും ഒരു ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ വളരെ ലേറ്റ് ആയിട്ടാണ് മംദാനി തുടങ്ങുന്നത് എന്ന് കാണാൻ പറ്റും. 6 മാസം നമ്മൾ ആ ഫസ്റ്റ് റീല് പറഞ്ഞില്ലേ, നെയിം ഈസ് MAM ഒരു സാധനം പറയുന്നത്. അപ്പം ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ഇത്ര ആയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ന്യൂയോർക്ക് മംദാനിനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലം ആയിട്ടുണ്ട്. അല്ലാണ്ട് ഒരു ട്രാൻസിയൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പാസിംഗ് കൾച്ചറിൽ മാത്രം മംദാനിൻ്റെ വിന്നിനെ അടയാളപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ അതേപോലെ തന്നെ ഈ പാസിംഗ് കൾച്ചർ ഇമ്പോർട്ടൻ്റ് ആയി. എന്തുകൊണ്ട് മംദാനി ഒരു യൂണിവേഴ്സൽ ഹോപ്പായി എന്നുള്ളതാണ്. ഇത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഐ വിഷ് ഐ ഹാഡ് എ വോട്ടിംഗ് റൈറ്റ് ഇൻ ന്യൂയോർക്ക് എന്നുള്ള രീതിയിൽ പറയുന്ന അർത്ഥത്തിൽ, കാരണം അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഒരു അർത്ഥത്തിൽ നമുക്ക് ഒരു ചില്ലായിട്ട് നമുക്ക് എടുക്കാം. അത് നമ്മളൊക്കെ പക്ഷെ അതേപോലെ തന്നെ അത് ഞാൻ കുറേ ഇരുന്ന് ആലോചിച്ചത് ഇത് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ ഈ വിൻ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എടുക്കാൻ ആലോചിച്ചു. ആൾക്കാർ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യാൻ മാത്രം എന്താണ് ഇതിൽ, വാട്ട് ഈസ് സോ ലൈക്ക് ഇമ്പോർട്ടൻ്റ് അബൌട്ട് ദിസ് വിൻ എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചു. കാരണം പലരും ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം എന്താണ്. നാട്ടിലൊക്കെ നടന്ന ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷൻ ആണല്ലോ, നിങ്ങളെ നാട് നന്നാക്കി എന്നിട്ട് ഇതിനെ പറ്റി ആലോചിക്കും. അല്ലെങ്കിൽ ഇയാൾ എത്ര കമ്മ്യൂണിസ്റ്റ് ആണ്, ഇയാൾ ഇതാണോ അതാണോ, ഇയാൾ എങ്ങനെയാണ് ഇസ്ലാമോഫോബിയൻ്റെ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് ഡിബേറ്റുകളുണ്ട്. പക്ഷേ വിന്ന് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ഒരു ടാസ്ക് ആയിരുന്നു. ഇവർ ഏറ്റവും ഗ്രൗണ്ട് ആയിട്ടുള്ള വർക്കുകളിലൂടെ, ഏറ്റവും ഗ്രൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിസത്തിലൂടെ ഓർഗനൈസിങ് ഇലക്ടറൽ സ്ട്രാറ്റജി കൂടെ ഉണ്ടാക്കിയെടുത്തത്. ആ സ്ട്രാറ്റജീൻ്റെ മറ്റൊരു സൈഡ് കൂടിയാണ് പറഞ്ഞിട്ടുള്ള ഈ ലാർജർ സോഷ്യൽ മീഡിയ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. എങ്ങനെ US ഇലക്ഷനിൽ എനിക്ക് തോന്നുന്നു ബോസ്റ്റണിലൊക്കെ 2% ഒക്കെ ആണ് യൂത്തിൻ്റെ ടേൺ ഓവർ ഇലക്ഷനിൽ. പക്ഷേ ന്യൂയോർക്കിൽ അത് 28% ആയിരുന്നു. ആ 28%-ൽ 80% വോട്ട് ചെയ്യുന്നത് ആർക്കാണ്? മംദാനിക്കാണ്. ആ ഒരു അർത്ഥത്തിൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഈ പറഞ്ഞിട്ടുള്ള ട്രെൻഡ് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊക്കെ ഇൻ ഫേവർ ഓഫ് മംദാനിയായി മാറുന്നതും കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, റീസെന്റ് മാത്രമാണ് മംദാനി അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് സ്വഭാവത്തിൽ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുള്ളത്. അതിന് മുമ്പേ മംദാനി പൊളിറ്റിക്സ് സിനാരിയോയിൽ ഉണ്ട്. അതെ, അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം ഇതിന് കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. ഇപ്പോൾ AOC എന്ന് പറയുന്ന ഇപ്പോൾ മറ്റേ ഒക്കാസിയോ കോർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ മെക്സിക്കൻ ബാക്ക്ഗ്രൗണ്ടുള്ള ഇവർ ഈ ഓർഗനൈസേഷൻ്റെ പിൻബലത്തിൽ നിന്നാണ്. ന്യൂയോർക്കിലൊരു ബാർടെൻഡർ ആയിരുന്നു, സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ബാർടെൻഡർ ആയിരുന്നു അലക്സാൻഡ്രിയ ഒക്കാസിയോ കോർട്ടസ്. അപ്പോൾ ഇവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കോൺഗ്രസ് വുമണാണ്. നമ്മളിപ്പം ഇൽഹാൻ ഒമറിൻ്റെ പേരിൻ്റെ ഒക്കെ കൂടെ കേൾക്കുന്ന പേരാണിത്. അപ്പോൾ ഈ ഒരർത്ഥത്തിൽ ഇവരൊന്നും ഒരു ഔട്ട് ഓഫ് ബ്ലൂ ഉണ്ടായി വന്നിട്ടുള്ള ആൾക്കാരല്ല, മറിച്ചൊരു ഒരു വെബ് ഓഫ് ഓർഗനൈസേഷൻസിൻ്റെ പിൻബലത്തിൽ, മൊബിലൈസേഷൻ്റെ പശ്ചാത്തലത്തിൽ ഒക്കെ ഉണ്ടായി വന്നിട്ടുള്ള പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവുകളാണ്. ഏറ്റവും അടിസ്ഥാന തരത്തിലുള്ള തന്നെ ഈ പീപ്പിൾസ് റെപ്രസെൻറ്റേഷൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇലക്ഷൻ്റെ അല്ലെ ലെജിസ്ലേഷൻ്റെ ഫണ്ടമെൻ്റൽ ബേസ് ബോഡീസിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ആൾക്കാരാണെന്നുള്ളത് ഇവരെ വിജയത്തിനെ കൂടുതൽ സൂക്ഷ്മമായിട്ട് പഠിക്കുമ്പോൾ നമുക്ക്
മനസ്സിലാവുന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ ഇപ്പോൾ അവിടുത്തെ ഡെമോക്രസി രൂപത്തിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഇപ്പം സൊഹറാന് അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ആകെ 7 വർഷം ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ. പക്ഷെ വിത്തിൻ 7 years അവിടുത്തെ ഒരു മേയറായിട്ട് മാറാനുള്ള ഒരു കപ്പാസിറ്റി ഇന്ത്യയിലൊന്നും അതൊരു പോസിബിൾ ആലോചിക്കാൻ കൂടിയും പറ്റൂലല്ലോ. അതായത് ഇന്ത്യയിൽ വന്നിട്ട് 7 വർഷം കൊണ്ട് ഒരു പൊളിറ്റിക്കൽ പൊസിഷനിലേക്ക് ഒരാൾക്ക് ആവാന്നുള്ളത് അത് ഇന്ത്യൻ്റെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മളെ സ്ട്രക്ചർ, നമ്മളെ സോഷ്യൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ നമുക്ക് ഒരിക്കലും നമ്മളെ നാട്ടിലെ ഇലക്ഷനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഉദാഹരണത്തിന് എപ്പോഴും പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ പെരിച്ചായി എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സിനിമ ഉണ്ട്, കണ്ടിട്ടുണ്ടാവും. നാട്ടിൽ നിന്നുള്ള 3 മോഹൻലാൽ, ബാബുരാജ് ഇലക്ഷന് വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഏകദേശം അതുപോലെയാണ് ഇവിടുത്തെ ഇലക്ഷൻ തന്നെ പറയാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം എന്താ വെച്ചാൽ എനിക്കിഷ്ടമുള്ള സിനിമ ആണ് ഒന്ന്. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് ഇവിടുത്തെ ഇലക്ഷനിൽ ലോബീസ്റ്റുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. അത് അപ്പൊ കോമോന്റെ കാര്യത്തിൽ തന്നെ കോമോന്റെ മുമ്പ് ഉണ്ടായിരുന്ന ഡെമോക്രാറ്റിക് സ്ഥാനത്ത് കോമോ ഡെമോക്രാറ്റിക് പാർട്ടിന്റെ സ്ഥാനാർത്ഥി കൂടിയാന്നുള്ളത് കാണണം. അപ്പോ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ലോബിയിങ് നടക്കുന്നത് നേരത്തെ തീരുമാനിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് കാൻഡിഡേറ്റ്സ് ഏതെങ്കിലും ഒരു മൾട്ടി മില്യൺ ഡോണറിന്റെ സജഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ഇവർ ഓൾറെഡി ഒരു ബാക്ക് സ്റ്റേജിൽ ഇവർക്ക് ഒരു കൺസെൻസസ് ഉണ്ടാവും. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തമ്മിൽ ഭേദമുള്ള ഒരാളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവും. കാരണം ഈ മൾട്ടി മില്യൺ ഡോണേഴ്സിന്റെ പിൻബലത്തിലും ഈ ലോബിസ്റ്റുകളുടെ പിൻബലത്തിലാണ് ക്യാമ്പയിനുകൾ നടക്കുക. അപ്പം അതിലേക്കാണ് മംദാനി, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മംദാനിൻ്റെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു $8,000 $20,000 മംദാനിൻ്റെ ഈ പിൻബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള. പിന്നെ അത് കൂടി വരുന്നുണ്ട്, പിന്നെ പല രീതിയിലുള്ള മില്യണർ ഡോണേഴ്സ് ഉണ്ടാകുന്നുണ്ട് മംദാനിക്കൊക്കെ. പക്ഷെ എന്നാലും ഇപ്പം മംദാനിക്കെതിരെ ഒരുപാട് ഈ ബില്യണേഴ്സ് തന്നെ പബ്ലിക്ലി വോക്കലി മംദാനിക്കെതിരെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മംദാനി ബില്യണയർ എന്ന് പറഞ്ഞ കാറ്റഗറി എക്സിസ്റ്റ് ചെയ്യരുത്, അത് ഈ ഒരു കാലത്ത് റൈറ്റ്ഫുൾ ആയിട്ടുള്ള എത്തിക്കൽ ആയിട്ടുള്ള ഒരു കാറ്റഗറിയേ അല്ല എന്നുള്ള രീതിയിൽ പറയുകയും എക്സ്പ്രസീവ്ലി വോക്കലി ബില്യണേഴ്സിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പം ആ ഒരു അർത്ഥത്തിൽ ബില്യണേഴ്സ് ഫ്ലഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മണി. ഓൾമോസ്റ്റ് എത്ര $22 മില്യൺ $200 കോടിയോളം രൂപ മംദാനി ക്യാമ്പയിൻ, ആൻറ്റി മംദാനി ക്യാമ്പയിന് മാത്രമേ ഇവർ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പല രീതിയിലുള്ള പറഞ്ഞിട്ടുള്ള ഫാർ റൈറ്റ് ബില്യണേഴ്സ്, പ്രോ സ്റ്റാറ്റസ്കോ ബില്യണേഴ്സൊക്കെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫോബ്സിൻ്റെ ബ്ലൂംബർഗിൻ്റെ ഒക്കെ റിപ്പോർട്ട്സ് ഉണ്ട്. മംദാനിക്കെതിരെ സ്പെൻഡ് ചെയ്തതിൻ്റെ കണക്ക് പബ്ലിക്കലി അവൈലബിളും ആണ്. നമുക്ക് കാണാൻ പറ്റും എത്രത്തോളം ആൾക്കാർ ഇൻവെസ്റ്റഡ് ആയിരുന്നു മംദാനിനെ പരാജയപ്പെടുത്തുന്നതിൽ നിന്ന്, എത്രത്തോളം ഫിനാൻഷ്യൽ ക്യാപിറ്റൽ ഇതിനെതിരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ വിൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞിട്ടുള്ള ഇലക്ടറൽ പ്രോസസ്സിൽ ഏറ്റവും ഫൗണ്ടേഷൻ ആയിട്ടുള്ള മൊബിലൈസേഷൻ പ്രോസസ്സിലൊക്കെ നമ്മൾ ഹോപ്പ്ലെസ് ആയി പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ഓക്കെ നമ്മൾ എത്രത്തോളം ഗ്രൗണ്ട് ക്യാമ്പയിൻ നടത്തിയാലും ഒരു ലാർജർ ആയിട്ടുള്ള ഒരു എന്തോ ഒരു ഫോഴ്സ്, ഒരു മിസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇതിനൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അത് പല പേരിലാവും. ഇപ്പോൾ ഇലക്ഷൻ ചോരി എന്നാവാം, വോട്ട് ചോരി എന്നാവാം. അങ്ങനെ എന്തൊരു മിസ്റ്റിഫിക്കേഷൻ്റെ പുറത്താണ് നമ്മളൊക്കെ ഈ പറഞ്ഞിട്ടുള്ള പ്രോസസ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. നമ്മളെ ഈ ആക്ച്വൽ മെറ്റീരിയൽ എൻഗേജ്മെൻറ്റ് വലിയ രീതിയിൽ ഇതിലൊന്നും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളൊരു ധാരണ നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് ന്യൂയോർക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ക്യാപിറ്റൽ, ഏറ്റവും വലിയ ബില്യണേഴ്സ് താമസിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ ബില്യണേഴ്സ് ഫണ്ട് ചെയ്തിട്ടുള്ള സ്ഥലം ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടിയിട്ട്. അവിടെ ഒരാൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് ചെയ്ത് മൊബിലൈസേഷൻ ചെയ്ത് എല്ലാ രീതിയിലുള്ള എത്നിക് മൈനോറിറ്റി ക്വസ്റ്റ്യനെ അഡ്രസ്സ് ചെയ്ത് പ്രൗഡ്ലി മുസ്ലിമായി ഇസ്ലാമോഫോബിയ ക്യാമ്പയിനെ ഒപ്പോസ് ചെയ്ത് BDSനെ എൻഡോസ് ചെയ്ത് ഒക്കെ ഒരാൾക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു, പലപ്പോഴും നമ്മൾ ഇലക്ഷൻ ഒരു കോംപ്രമൈസിൻ്റെ ഗെയിമാണെന്നാണ് വിചാരിക്കുക. പക്ഷേ എത്തിക്കലി റൈറ്റ് ആയതുകൊണ്ട് നമുക്കൊരു ഇലക്ഷൻ അപ്രോച്ച് ചെയ്യാനും അതേസമയം തന്നെ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ ലാർജായിട്ട് നമ്മൾ നിയർലി ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന ഒരു ടാസ്ക് അച്ചീവ് ചെയ്യാനും പറ്റും എന്നുള്ളതിൻ്റെ ഒരു സ്പെക്ക് ഓഫ് ഹോപ്പായിരുന്നു മംദാനി വിൻ എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് വേറെ എന്തോ ഒരു അമേരിക്കയിൽ നടന്നുകൊണ്ട് പൊതുവിൽ ഈ വൈറ്റ് അറ്റൻഷൻ കിട്ടുന്ന ഈ വൈറ്റ് സ്പേസുകൾക്ക്, വൈറ്റ് ഇവന്റുകൾക്ക് കിട്ടുന്ന അറ്റൻഷൻ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഹെയ്റ്റ് ക്യാമ്പയിൻ പറഞ്ഞപ്പം മെയിൻ ഹെയ്റ്റ് ഈ സൊഹറാന് October 7 എൻഡോസ് അങ്ങനെയല്ല, അതായത് പലസ്തീൻ വിഷയത്തിനെ എടുക്കുന്നുണ്ട്. നെതന്യാഹു ന്യൂയോർക്കിൽ വന്നാൽ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രംപുമായിട്ട് ഡയറക്റ്റ്ലി ഒരു ക്ലാഷ് ഉണ്ടാക്കുന്നുണ്ട്. പലസ്തീൻ ക്വസ്റ്റ്യന് സൊഹറാന് റിപ്പീറ്റഡ്ലി പറഞ്ഞൊരു സാധനമാണ് മൊത്തം ത്രൂ ക്യാമ്പയിനിൽ. അത് പലസ്തീൻ ക്വസ്റ്റ്യനെ പറ്റി പറയുന്ന സമയത്ത് സൊഹറാന്റെ അതും ഈ പറഞ്ഞ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് അല്ല എന്നുള്ളത് കാണാൻ പറ്റും. സൊഹറാൻ എനിക്ക് തോന്നുന്നു സൊഹറാൻ ഫസ്റ്റ് പൊളിറ്റിക്കൽ ഓർഗനൈസിങ്
കാരണം ഏതോ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത്, ഏതാ ഇന്റർവ്യൂ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, യാക്കൂബിൽ തന്നെയുള്ള ഇന്റർവ്യൂ ആണെന്ന് തോന്നുന്നു. സൊറാന്റെ വെരി ഫസ്റ്റ് പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിയൻ സോൾഡാറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണാൻ പറ്റും. സ്കൂളിൽ, സൊറാന്റെ സ്കൂളിൽ ജസ്റ്റിസ് സ്റ്റുഡൻസ് ഫോർ ജസ്റ്റിസ് ഇൻ പാലസ്തീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്യും, കോഫൗണ്ട് ചെയ്യും, അതിന് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ള ആളാണ് സൊറാൻ. അപ്പം ന്യൂയോർക്കിൽ അതുപോലെ തന്നെ ഈ ബോഡിക്ക്, അതായത് ഈ പറഞ്ഞിട്ടുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന് പറഞ്ഞ ലാർജർ പൊളിറ്റിക്കൽ ബോഡീൻ്റെ BDS വിങ്, അതുപോലെ തന്നെ ഇവർക്കുള്ള ഈ പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി, ആ പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ പ്രോ പാലസ്തീനിയൻ ആണ്. അപ്പം അതിനെ എൻഡോസ് ചെയ്തിട്ടുള്ള ആളാണ് സൊറാൻ. അപ്പം അതിനെ ഓപ്പൺലി എൻഡോസ് ചെയ്യുകയും അതിനെപ്പറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, എന്നാൽ ഇതേ സമയത്ത് ആ ഒരു ട്രിക്കിനെസ്സിനെ സൊറാൻ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം ന്യൂയോർക്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജൂയിഷ് ക്യാപിറ്റൽ റൺ ചെയ്യുന്ന നഗരം കൂടിയാണ് ന്യൂയോർക്ക് എന്ന് കാണാൻ പറ്റും. അപ്പം ന്യൂയോർക്കിലുള്ള എന്താ പറയുക, ന്യൂയോർക്കേഴ്സ് ആയിട്ടുള്ള ജൂയിഷ് ന്യൂയോർക്കേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു ഇൻഫ്ലുവൻസീവ് കമ്മ്യൂണിറ്റിയാണ്. ഫിനാൻഷ്യൽ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലാണെങ്കിൽ, കൾച്ചറൽ ക്യാപിറ്റലിൻ്റെ കാര്യത്തിലൊക്കെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിനെ കൃത്യമായിട്ട് എഫക്റ്റീവ്ലി അഡ്രസ്സ് ചെയ്യാനും ഈ ആൻറ്റി സെമിറ്റിസം ക്വസ്റ്റ്യനെ ടാക്കിൾ ചെയ്യാനും സൊറാന് പറ്റിയെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് ജൂയിഷ് പോപ്പുലേഷൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് പോപ്പുലേഷൻ നമ്പേഴ്സിൽ സൊറാന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സൊറാന് വേണ്ടിയിട്ട് ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കാരണം സൊറാൻ്റെ ക്യാമ്പയിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അഡ്രസ്സ് ചെയ്യും, അതിനെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യനായിട്ട് കോൺഫ്രേറ്റ് ചെയ്യാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ആ ഒരു അർത്ഥത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പോസിബിൾ ആയിട്ടുള്ള റിപ്പർക്കഷൻസിനൊക്കെ എഫക്റ്റീവ്ലി ടാക്കിൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരുന്നു എന്നുള്ളത് കാണാൻ പറ്റും. അപ്പം പലസ്തീനിയൻ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി നിലനിർത്തുകയും അതേസമയം തന്നെ അതൊരു ഈ പറഞ്ഞിട്ടുള്ള ജൂയിഷ് ക്വസ്റ്റ്യൻ എന്നുള്ള, അല്ലെങ്കിൽ ഒരു മേയർ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യൻ എന്നുള്ളതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ എന്നുള്ള അർത്ഥത്തിൽ അതിനെ ഉയർത്തിപ്പിടിക്കുകയും ന്യൂയോർക്കിലുള്ള ജ്യൂസിൻ്റെ ഡിഗ്നിറ്റി, ന്യൂയോർക്കിലുള്ള ജ്യൂസിൻ്റെ പ്രൊട്ടക്ഷൻ, ആ ഒരു അർത്ഥത്തിലുള്ള ലാർജറായിട്ടുള്ള കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസിനെ, കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യും, അവരോട് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യാൻ സൊറാന് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ക്യാമ്പയിൻ തെളിയിക്കുന്നത്. പക്ഷെ ഞാൻ റീസെൻ്റ്ലി ഒരു റിപ്പോർട്ട് ഇങ്ങനെ ഇതിനാണ് റെഫർ ചെയ്യുമ്പോൾ കുറച്ച് റിപ്പോർട്ട് അയക്കുമ്പോൾ, അതായത് അവിടുന്ന് കിട്ടിയ വോട്ടുകൾ കുറവായിരുന്നു, അതിൽ തന്നെ ജൂയിഷ് വോട്ട് കുറവായിരുന്നു, തന്നെ വൈറ്റ് വർക്കിംഗ് ക്ലാസ് സൊഹറാന് വോട്ട് ചെയ്തിട്ടില്ല. അതിൽ തന്നെ ഞങ്ങൾ മറ്റേ ആർട്ടിക്കിൾ പറയുന്ന പോലെ തന്നെ ഈ ലോബിങ്ങിന് അധികവും പൊളിച്ചത് ആൻറ്റിമാർ, ലോബിങ് പൊളിച്ച ആൻറ്റിമാർ, അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ് ഇസ്ലാമോഫോബിയ. അപ്പം എനിക്കൊന്ന് സാറായൽ തൻതാവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്കോളർ ഉണ്ട്, ഹാർവർഡിൽ PhD ആയിരുന്നു. എനിക്കൊന്ന് ഒരു ന്യൂയോർക്കിലാണെന്ന് തോന്നുന്നു, സിറ്റി യൂണിവേഴ്സിറ്റിയിലാണോന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പ്രൊഫസറാണ്. ഒരു സ്ട്രാറ്റജിക് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട് സൊറാൻ്റെ പിന്നിൽ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് സൊറാൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാമോഫോബിയ ഉണ്ടായിട്ടുള്ളത്, പ്രത്യേകിച്ച് 2022 മുതൽ 2025 വരെ ഇസ്ലാമോഫോബിയ റൈസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിലാണെന്നുള്ളത് കാണാൻ പറ്റും. ഈ സിയോ പ്രോജക്റ്റിനെ ഏറ്റവും കൂടുതൽ US സപ്പോർട്ട് ചെയ്യുന്നതും വൈറ്റ് ഇവാഞ്ചലിസ്റ്റുകളാണെന്ന് കാണാൻ പറ്റും. കാരണം ഓരോ സംബന്ധിച്ചിടത്തോളം അതൊരു ഓരോ തിയോളജിനെയും കൂടിയും ഒരർത്ഥത്തിൽ വാലിഡേറ്റ് ചെയ്യുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ അത് അതേസമയം തന്നെ പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിലും കാത്തലിക്സിൻ്റെ ഇടയിലും ഒരു കമ്പാരേറ്റീവ് ഗ്രാജുവൽ ഷിഫ്റ്റ് ഉണ്ടെങ്കിലും ജൂസിൻ്റെ ഇടയിലാണ് ഏറ്റവും കുറവ് എന്ന് കാണാൻ പറ്റും ഇസ്ലാമോഫോബിയ US കോണ്ടെക്സ്റ്റിൽ ഞാൻ പറയുന്നത്. അപ്പം 2025 പോലും അത് സ്ലൈറ്റ്ലി ഇൻക്രീസ് ആയിട്ടുള്ളൂ 19%. പക്ഷെ അതുണ്ട് ഇല്ലയെന്നല്ല പറയുന്നത്. പക്ഷേ ആ നമ്പേഴ്സ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. കാരണം US കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ചും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. ഈ ലോബിയിങ് കോണ്ടെക്സ്റ്റിലൊക്കെ ഈ അതിൻ്റെ ഒരു ഇവാഞ്ചലിക്കൽ ത്രസ്റ്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ആ ക്വസ്റ്റിനെ കൂടി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഈ ബംഗ്ലാദേശി ആൻറ്റിമാരുടെ കാര്യം കൂടിയും നേരത്തെ പറഞ്ഞിട്ടുള്ള പല രീതിയിൽ പറഞ്ഞിട്ടുള്ള വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഒരു 0.3% ഒക്കെയാണ് ഇമിഗ്രൻറ്റ് പോപ്പുലേഷൻ്റെ ഇവർ. പക്ഷേ ഈ ഡ്രംസ് ബീറ്റ് പോലുള്ള ഈ NGO ഓർഗനൈസേഷൻസ് ഇവർ പലപ്പോഴും സൊറാനിക്കൊന്ന് ഈ ഫസ്റ്റ് റൗണ്ട് വിൻ ചെയ്ത സമയത്ത് ജൂലൈയിൽ എന്തോ ഇവർക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. അതായത് ഓരോ വീട് അന്തരം കയറി ഇറങ്ങി വാതിലുകൾ മുട്ടി ആൾക്കാരോട് സംസാരിച്ച് ഇംഗ്ലീഷ് അല്ലാത്ത ഭാഷയിൽ സംസാരിച്ച് ആൾക്കാരെ കൺവിൻസ് ചെയ്ത് പള്ളികളിൽ ക്യാമ്പയിനുകൾ നടത്തി അത്തരത്തിൽ ഒരു ലാർജറായിട്ടുള്ളൊരു ഈ പറഞ്ഞിട്ടുള്ള എത്നിക് മൈനോറിറ്റീൻ്റെ എല്ലാ പോസിബിൾ ഇടങ്ങളിലൊക്കെ പോയി എത്നിക് മൈനോറിറ്റീൻ്റെ പോസിബിളായിട്ടുള്ള ഓൾ പോസിബിൾ ഭാഷകളിൽ സംസാരിച്ച് ഇവരെ ഓൾ പോസിബിൾ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്തിട്ട് ഈ ക്യാമ്പയിനെ പല രീതിയിൽ എത്തിക്കാൻ ഇവർ ഈ ഗ്രൗണ്ട് വർക്ക് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവർ ക്യാമ്പയിൻ വർക്കേഴ്സൊക്കെ പല രീതിയിൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് പല ഇൻ്റർവ്യൂകളൊക്കെ നമുക്ക് കാണാൻ പറ്റും.
ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു അർത്ഥത്തിൽ ഇവരെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഒരു വിജയം എന്ന് പറയുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണ്. അതായത് ഒരു ലാർജർ ആയിട്ടുള്ള ഒരു ക്യാപിറ്റലിൻ്റെ ഫ്ലോയിൽ നടക്കുന്ന ക്യാമ്പയിനുകൾ നമ്മളെ പലപ്പോഴും ഈ ഹോപ്പ്ലെസ് ആക്കി വിടുന്നുണ്ട്. അപ്പം ഈ ഒരു ഹോപ്പ്ലെസ്നെസ്സിനെ പലപ്പോഴും ഒരു ഒരു അതിനൊരു ആൻറ്റിഡോട്ട് എന്നുള്ള അർത്ഥത്തിൽ ഗ്രൗണ്ട് വർക്കിന് എപ്പോഴും ഒരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളത് തെളിയിക്കുന്നൊരു ക്യാമ്പയിൻ കൂടിയായിരുന്നു സൊഹ്റാൻ്റെ ക്യാമ്പയിൻ എന്ന് കാണാൻ പറ്റും. ഒന്ന് സൊഹ്റ എന്നുള്ളൊരു വിഷയം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ താൽക്കാലികമായിട്ട് എൻ്റെ സൊഹ്റാൻ ഈസെ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എന്തോ ഒരു പ്രതീക്ഷ ഉണ്ട്. അതായത് എത്ര തന്നെ ലോബിങ് നടന്നാലും ഇങ്ങനത്തെ സ്വഭാവത്തിലുള്ളൊരു സാധനം ഉണ്ട് എന്നുള്ളൊരു ഒപ്പം കൂടി ഉണ്ട്. പക്ഷെ അത് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു എനിക്ക് എൻ്റെ ആയിട്ടുണ്ടെങ്കിലും. അതെ, സൊഹ്റാൻ എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചന ആണ്. അതൊരു നെയ്വായിട്ടുള്ളൊരു പ്രതീക്ഷ അല്ല. അതായത് ഒരു കേവലം ഒരു ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ കേവലം ഒരു സോഷ്യൽ മീഡിയ റീച്ചിൻ്റെ പുറത്ത് ഒരാൾ എന്തോ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയും ആ ഒരു അർത്ഥത്തിൽ ഈ ഐഡൻറ്റിറ്റിയുടെ ഒരു കോൺഫ്ലേഷനിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി രൂപീകരിക്കുകയും അങ്ങനെ ഒരു 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 ഡിസ്കോഴ്സ് ഉണ്ടാക്കിയിട്ട് ആ ഡിസ്കോഴ്സ് പെട്ടെന്ന് അത് ഒരു പെട്ടെന്നുണ്ടായതും അങ്ങനെ പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകുന്നതെന്നാണെന്നാണ് നാട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു പല രീതിയിലുള്ള വിമർശനം. അത് പക്ഷേ ഇങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു വിജയമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ്റെ തുടർച്ചയാണ്. ആ മൊബിലൈസേഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജറായിട്ടുള്ളൊരു വേറൊരു വർക്കിംഗ് ക്ലാസ് പശ്ചാത്തലവും എത്നിക് ഇമിഗ്രൻ്റ് പശ്ചാത്തലവും ഒക്കെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ്. അതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ വളരെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ, വളരെ ചാർജ്ഡ് ആയിട്ടുള്ള ആൻറ്റി ഇമിഗ്രൻ്റ് അന്തരീക്ഷത്തിലാണ് ഈ ക്യാമ്പയിൻ്റെ സക്സസ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പല ഘടകങ്ങൾ, അതുപോലെ തന്നെ സൊഹ്റാൻ ഉയർത്തുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രസക്തി, അപ്പം ഈ ഘടകങ്ങളെല്ലാം കൂടിയും സൊഹ്റാൻ്റെ വിജയത്തിനെ വളരെ സവിശേഷമായിട്ടുള്ള ഒന്നാക്കി മാറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസക്തി അതുപോലെ തന്നെ അതിൻ്റെ ഒരു റെലവൻസ് എത്രത്തോളമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എത്രത്തോളം റെലവൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതേപോലെ തന്നെ അതൊരു അറ്റ്ലീസ്റ്റ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, ലോകത്തിലെ വളരെ പോളറൈസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ഫാർ റൈറ്റ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പദ്ധതി ലോകത്ത് പല രാജ്യങ്ങളിൽ അഭൂതമായിട്ടുള്ള രീതിയിലുള്ള വളർച്ച പ്രാപിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു രീതിയിലുള്ള ഒരു ഹോപ്പ് തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.